വൈശ്യപ്രധാന ഉദരമനന ഘടകസ്യ. എവിടേക്കോ ചിലരുടെ ഉദരങ്ങൾക്കകത്ത് ഇന്ന് രാത്രി ചില വിടുതലുകൾ നടക്കും. ഉടകാരകി വൈശ്യപ്രബന്ധരാധിയ. ചില കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പൗരോഹിത്യ പാരമ്പര്യ ശക്തികളുടെ ബന്ധനങ്ങൾ ഇന്ന് രാത്രി ദൈവം അഴിക്കുമെന്ന് ദൈവാത്മ ഇടപെടുന്നു. ഇപ്പോഴും അവൻ ശരിയായ രീതിയിൽ സ്റ്റേബിൾ ആകുവാൻ കഴിയാതെ വേണം അവിടെയുമല്ല ഇവിടെയുമല്ലാത്ത വിധത്തിൽ അലയുന്നത് പോലെയുള്ള ചില അലച്ചിലുകൾക്കകത്ത് നാളുകളായി പ്രതിസന്ധിയുടെ കത്തലങ്ങളിൽ യാത്ര ചെയ്യുന്ന ചിലതിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി സ്വർഗം നിന്റെ മേൽ നിന്ന് അഴിക്കുന്ന ഒരു വ്യത്യസ്തമായ രാത്രിയായി മാറുവാൻ അതരങ്ങളെ തുറന്ന് എല്ലാവരും പ്രാർത്ഥിച്ചാലേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി ജീസസ്. വായിച്ച വാക്യം വളരെ കാണാപ്പാടമായി നമുക്കെല്ലാം അറിയാവുന്ന വാക്യമാണ്. പക്ഷേ ഇന്ന് രാത്രിയിൽ കാണാതെ പറയുവാനല്ല, അതിനകത്ത് ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുള്ള ആത്മീയ ഏടുകളെ ഇന്ന് രാത്രിയിൽ വ്യക്തിപരമായി നിങ്ങളോട് അരുളി ചെയ്തിട്ട് ആത്മാവിൽ നിങ്ങൾക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സൂം പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കുമായി ക്രിസ്തീയ വന്ദനത്തിൽ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഒന്നാമത്തെ വാക്യം വളരെ ക്ലാരിറ്റിയോട് പറയുന്നു, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ആമേൻ. ആ തിരുവെഴുത്തിന്റെ ആരംഭ ഭാഗത്ത് തന്നെ വ്യത്യസ്തമായ ഒരു ദൈവശബ്ദമാണ് കേൾക്കുന്നത്. ഏതോ ദൈവിക പദ്ധതിക്ക് വേണ്ടി നിർബന്ധിക്കപ്പെടുന്ന, ഏതോ ദൈവത്തിന്റെ അസാധാരണമായ ചില പദ്ധതികൾക്ക് വേണ്ടി ആത്മമണ്ഡലങ്ങളിൽ സജ്ജമായി തീരുവാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു ദൈവിക ശബ്ദം പോലെ പരിശുദ്ധാത്മാവിൽ ശ്രേഷ്ഠമായത് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. എന്നാണ് ആ വാക്യത്തിന്റെ ആഴങ്ങൾ. ഒന്ന്, അത്യുന്നതന്റെ മറവിൽ വസിക്കുക. രണ്ട്, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുക. എന്തിനാണ് ഇങ്ങനൊരു വേദവചനം അല്ലെങ്കിൽ ഇങ്ങനൊരു ദൈവിക ശബ്ദം ആത്മമണ്ഡലത്തെ ലക്ഷ്യമാക്കി പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവിന് വളരെ ശാന്തമായി കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പറയാം, ഇന്നിന്റെ സാഹചര്യങ്ങൾക്കകത്ത്, നാം ആയിരിക്കുന്ന അന്തരീക്ഷത്തിനകത്ത്, നമുക്ക് പലപ്പോഴും ജീവിതത്തിനകത്ത് അപകടകരമാകുന്ന അനുഭവങ്ങൾ, മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിലുള്ള മാനുഷിക പൈശാചിക സാഹചര്യങ്ങളുടെ പരിമിതികൾ, ഈ സാഹചര്യങ്ങളിൽ നമുക്ക് വിരോധമായി എഴുന്നേറ്റ് വരുമ്പോൾ അതിന് നടുവിൽ ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിതം ആരംഭിക്കപ്പെട്ട ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുന്നത്. വളരെ പ്രാർത്ഥനയും വളരെ പ്രതീക്ഷയോടുകൂടെ ഇന്ന് രാത്രി ആയിരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഞാൻ ആലോചന അറിയിക്കുകയാണ്. ശതാരകൾ കമന ഘടകസിയ ഉടമന ഘടകസിയ. വളരെ പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടുകൂടെ നിങ്ങളായിരിക്കണം. ഇന്ന് രാത്രി ഈ ശബ്ദം ചിലരുടെ മേൽ പരിശുദ്ധാത്മാവിൽ നിവർത്തീകരിക്കുവാൻ പാകത്തിന് സ്വർഗത്തിലെ ദൈവം ഇതിന്റെ നടുവിൽ ചിലതിനോട് ഇടപെടാൻ പോവുകയാണ്. ആമേൻ. മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത വല്ലാത്ത സാഹചര്യങ്ങളുടെ നടുവിൽ പോലും ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ വേറിട്ട് വരുന്ന പ്രതിസന്ധിയുടെ താഴ്വാരങ്ങളിൽ പകച്ചു നിൽക്കുന്ന ചില അനുഭവങ്ങൾ, ആമേൻ, പലപ്പോഴായി നമ്മളെ വേട്ടയാടുന്ന അനുഭവങ്ങളുണ്ട്. ആമേൻ. ചിലർക്ക് വ്യക്തിപരമായി നേരിടുന്ന പോരാട്ടങ്ങളായിരിക്കാം, ചിലർക്ക് പാരമ്പര്യപരമായി ദീർഘകാലങ്ങളായി വെളിപ്പെടുന്ന ചില വെല്ലുവിളികൾ ഉണ്ടാകാം. ആമേൻ. ചിലരുടെ സംബന്ധിച്ച് ആമേൻ തൻ്റേതല്ലാത്ത കാരണത്താൽ മറ്റു ചില പ്രതിസന്ധികൾക്കകത്തൂടെ വന്നു കയറുന്ന ചില വെല്ലുവിളികൾ കാണാൻ കഴിയുന്നുണ്ട്. ആമേൻ. മൊത്തത്തിലൊന്ന് ശ്രദ്ധിച്ചാൽ എവിടെയെങ്കിലുമൊക്കെ നാം ആയിരിക്കുന്ന സമയങ്ങളിൽ, രക്ഷപ്പെട്ടു എന്ന് കരുതുന്ന സമയങ്ങളിൽ നമ്മൾ അറിയാതെ വരുന്ന ചില വെല്ലുവിളികൾ. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വളരെ കൃത്യമായി ഭക്തനായ മനുഷ്യൻ, ആമേൻ, ഒരു വലിയ പ്രതിസന്ധി കൂടെ ആരോ പ്രാർത്ഥിച്ചപ്പോൾ ആ പദങ്ങളിൽ എടുത്തു പറഞ്ഞു, ഈശാനമൂലൻ എന്ന് പറയുന്ന പ്രതികൂലത്തിന്റെ കാറ്റുകൾക്കകത്തൂടെ ആമേൻ മറുകര കാണുവാൻ കഴിയാതെ ആത്മമനുഷ്യൻ യാത്ര ചെയ്യുന്ന സമയത്ത്, ആമേൻ, 13 ദിനരാത്രങ്ങൾ സൂര്യനെ കാണാതെ, നക്ഷത്രങ്ങളെ കാണാതെ, ഇരുട്ടിന്റെ മറയ്ക്കകത്ത് അന്ധകാരങ്ങൾ മുഖാമുഖമായി യുദ്ധം ചെയ്യുന്ന അനുഭവങ്ങളിൽ
മുമ്പോട്ട് പോകുവാൻ കഴിയുകയില്ലെന്നും കേട്ട വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കപ്പെടുവാൻ സാധിക്കില്ലെന്നും തമ്പുരാൻ പറഞ്ഞ വാഗ്ദത്തം എന്താണ്? റോമയിൽ കൈസരുടെ മുമ്പാകെ ഞാൻ നിന്നെ നിർത്തുമെന്ന് പറഞ്ഞ ദൈവശബ്ദത്തിന് വിരോധമായി കേട്ട ദൈവിക വാഗ്ദത്തങ്ങൾ ഒരു നാളിലും ചലിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി ദൈവിക ആശ്രയത്തില് ഇറങ്ങിത്തിരിച്ച ഭക്തനായ മനുഷ്യന്റെ മുമ്പാകെ അടിക്കുന്ന ഒരു വെല്ലുവിളിയുടെ കാറ്റിന് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. തുടക്കം മുതൽ 27-ാം അധ്യായം വായിക്കുമ്പോൾ ശാന്തമായി വീശിയടിക്കുന്ന കാറ്റ്, ആ കാറ്റിന്റെ സ്വഭാവം മാറുകയാണ്. ആമേൻ. ആ കാറ്റിന്റെ സ്വഭാവം മാറിയപ്പോൾ പ്രതികൂലങ്ങളുടെ അകത്തളങ്ങളിൽ പെട്ടുപോകുവാൻ സമ്മതിക്കാതെ വേണം ആ ആത്മമനുഷ്യൻ സഞ്ചരിക്കപ്പെട്ട അനുഭവങ്ങളിൽ നോക്കുക, പലതിന്റെ മറയിൽ കൂടെ താൻ മുമ്പോട്ട് യാത്ര ചെയ്യുക. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ആമേൻ. പെട്ടെന്നുണ്ടാകുന്ന പ്രതിസന്ധിയുടെ അനുഭവങ്ങളിൽ മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത വെല്ലുവിളികൾ നാം ആകുന്ന പടകന് നേരെ അടിക്കുമ്പോൾ എങ്ങനെങ്കിലും മറുകര കാണും, എങ്ങനെങ്കിലും മറുകര കാണണമെന്നുള്ള ആഗ്രഹത്തോടെ ആമേൻ പലതിന്റെ മറ പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന ചില അനുഭവങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിനകത്ത് എപ്പോഴെങ്കിലും ഒക്കെ സംഭവിക്കാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ അവിടെ എഴുതിയിരിക്കുന്ന പ്രത്യേക ചില വാക്കുകളുണ്ട്. ചില മറകൾക്കകത്തൂടെ തന്നെ യാത്ര ചെയ്യുമ്പോൾ ആമേൻ അതിനകത്തൂടെ യാത്ര ചെയ്യുന്ന അനുഭവങ്ങൾക്കകത്ത് പോലും ആമേൻ തന്റെ യാത്രകളുടെ ലക്ഷ്യപൂർത്തീകരണം വെളിപ്പെടുത്തുവാൻ അനുവദിക്കാതെ ബഹുദൂരം തന്റെ യാത്രകളെ സാവധാനപ്പെടുത്തിക്കൊണ്ട് ആത്മമണ്ഡലത്തിൽ താൻ കേട്ടതോ ദൈവം നേരിട്ട് പറഞ്ഞതായോ വാഗ്ദത്തങ്ങൾക്കകത്ത് ഒരു നാളിന് കാലുകുത്തത്തിനെന്ന് പറഞ്ഞ് വാദിക്കുന്ന പ്രതികൂലത്തിന്റെ കാറ്റുകളെ താണ്ടിക്കൊണ്ട് ആമേൻ 27-ാം അധ്യായം അതിന് 24-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ 13 ദിനരാത്രങ്ങൾ സൂര്യനെ കാണാതെ നക്ഷത്രങ്ങളെ കാണാതെ ഇരുട്ടിന്റെ ആധിപത്യങ്ങൾക്കകത്തൂടെ യാത്ര ചെയ്യപ്പെടുന്ന ആമേൻ ഒരു സാധ്യതയില്ലാത്ത ഈ ദൈവ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ആമേൻ പെട്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ആമേൻ ഒരു കരയ്ക്ക് അടുക്കുന്നതായി ഞങ്ങൾക്ക് തോന്നി. ഒരാമേൻ പറയാമോ? ഹല്ലേലൂയ. തകർന്നു എന്ന് വിചാരിക്കപ്പെട്ട അന്തരീക്ഷത്തിൽ നിന്നും ഒന്ന് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്ന വിധത്തിൽ ആമേൻ കഴിഞ്ഞ 13 ദിനരാത്രങ്ങൾ സംഭവിക്കാത്ത ഒരു പ്രത്യേകാല ഒരു വിടുതൽ. ആമേൻ. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, എപ്പോഴൊക്കെ ജീവിതത്തിനകത്ത് പ്രതീക്ഷിച്ച് നീ യാത്ര ചെയ്തു വരുമ്പോഴും ആമേൻ പ്രാർത്ഥനയുണ്ടാകാം, ആമേൻ വിശ്വാസമുണ്ടാകാം, രക്ഷപ്പെടുമെന്നുള്ള ആശ നിന്റെ അകത്തുണ്ടാകാം. ആമേൻ നോക്കുക, അതിന് വിരോധമായി അടിക്കുന്ന പ്രതിസന്ധിയുടെ കാറ്റുകൾക്കകത്ത് ആമേൻ എങ്ങനെ മുമ്പോട്ട് പോകണമെന്നറിയാതിരിക്കുമ്പോൾ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടെന്ന് കരുതുന്ന കരയ്ക്കടുത്തുന്ന ആമേൻ വിചാരിക്കുന്ന ചില സമയങ്ങൾ ജീവിതത്തിൽ ആശ്വസിച്ച് നിൽക്കുമ്പോൾ 27 അധ്യായം കഴിഞ്ഞ് 28-ാമത്തെ അധ്യായത്തിലേക്ക് കയറുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, രക്ഷപ്പെട്ട ശേഷം ഞങ്ങൾ മെലീത്ത എന്ന ദ്വീപിൽ എത്തി എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. ഒരാമേൻ പറഞ്ഞാട്ടെ. ആമേൻ. താൽക്കാലിക ആശ്വാസം പോലെ ചിലതൊക്കെ ശാന്തമായെന്നുള്ള വിചാരത്തിൽ രക്ഷപ്പെട്ടെന്ന് ഈ ദൈവമനുഷ്യൻ വിചാരിക്കപ്പെട്ട് മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ ആമേൻ 27-ാമത്തെ അധ്യായത്തിനകത്ത് കണ്ട കാറ്റിന്റെ അപ്പുറത്ത് ആമേൻ അവൻ ഇതുവരെയും തനിക്ക് നേർക്കുനേർ നേരിടാത്തൊരു വെല്ലുവിളി. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്ന എത്ര പേരുണ്ട്? കഴിഞ്ഞ അധ്യായങ്ങളിൽ കാണാത്തൊരു വെല്ലുവിളി, കഴിഞ്ഞ അധ്യായങ്ങളിൽ നേരിട്ട് കാണാത്തൊരു പോരാട്ടത്തിന്റെ ഒരു ആയുധം. ആമേൻ. എങ്ങനെ ഇതിനെ മറികടക്കും? രക്ഷപ്പെട്ട ശേഷം മെലീത്ത എന്ന ദ്വീപിനകത്ത് എത്തിയ ശേഷം നോക്കുക, അവിടെയും ജീവിച്ചിരിക്കുവാൻ സമ്മതിക്കാതെ വണ്ണം തനിക്ക് നേർക്ക് നേരെ ചീറിപ്പാഞ്ഞു വരുന്ന പ്രതികൂലത്തിന്റെ ഒരു തിന്മ. ഇന്ന് രാത്രി ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ വ്യക്തികളോട് പരിശുദ്ധാത്മാവോട് പറയുന്നു, ഒന്ന് രക്ഷപ്പെട്ടെന്ന് കരുതി ആമേൻ ജീവിതത്തിന്റെ പ്രതികൂലത്തിന്റെ കാറ്റുകൾ എവിടൊക്കെയോ ശാന്തമായെന്ന് കരുതി ആമേൻ സമാധാനപ്പെട്ടുകൊണ്ട് മറുകര എത്തിയെന്നൊന്ന് ആശ്വസിച്ചു വരുമ്പോൾ പിന്നെയും നേർക്കുനേരെ അടിക്കുന്ന പ്രതികൂലത്തിന്റെ ചീറ്റൽ പോലെ ഇന്ന് രാത്രി ഇതിനകത്ത് വേദന അനുഭവിക്കപ്പെടുന്ന ആമേൻ പ്രതിസന്ധികൾക്കകത്ത് മുമ്പോട്ട് പോകുവാൻ കഴിയാതെ പിന്നെയും തടസ്സങ്ങൾ നേരിടുന്ന ചില സഹോദരന്മാർ, ചില സഹോദരിമാർ,
ചില അഭിഷക്തന്മാർ ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്നു. ഇന്ന് രാത്രി അവരോട് ദൈവാത്മാവ് ഇടപെടുകയാ. നിന്റെ പ്രതീക്ഷകൾക്ക് വിരോധമായി നീ ആശ്വസിക്കുന്ന, നീ സമാധാനപ്പെട്ട് നിൽക്കുന്ന അന്തരീക്ഷത്തിനകത്ത് ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ നിനക്ക് നേർക്ക് നേരെ വന്നു കയറിയ ആ ചീറ്റൽ വെച്ചുകൊണ്ട് നിന്നെ തകർത്ത് കളയുവാൻ നിനക്കും നേർക്ക് നേരെ നിന്ന് ചീറ്റുന്ന ആ പ്രതികൂലത്തിന്റെ താഴ്വാരങ്ങൾ ഇനിയും നിന്റെ നേരെ നിൽക്കുവാൻ അനുവദിക്കാതെ ഇന്ന് രാത്രി അതിന്റെ വേരടക്കം ആത്മാവിൽ വെട്ടിമാറ്റുവാൻ ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് പറയുന്നു. നിന്റെ കുടുംബത്തിനകത്തുള്ളകളിൽ നീ കേട്ട ദൈവശബ്ദത്തിന്റെ നിവർത്തീകരണങ്ങൾ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് നീ കേട്ട വാക്തത്വത്തിന്റെ നിവർത്തീകരണങ്ങൾ അനുഭവിക്കാൻ സമ്മതിക്കാതെ ആ നിൽക്കുന്ന ദേശത്തിനകത്ത് സമ്മതിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ്, രക്ഷപ്പെടാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് നിനക്ക് നേരെ ചീറിപ്പായുന്ന അന്ധകാരത്തിന്റെ പോരാട്ടങ്ങളെ ഇന്ന് രാത്രി ദൈവാത്മാവിൽ ആത്മാവിലൊന്ന് വെട്ടിമാറ്റുവാൻ പരിശുദ്ധാത്മാവിനോട് അങ്ങനെ പറയുന്നു. രക്ഷപ്പെട്ടെന്നൊന്ന് സമാധാനപ്പെട്ടു വന്നതാ. എല്ലാം ശാന്തമായതെന്ന് ഒന്ന് സമാധാനപ്പെട്ടു വന്നു. ഒന്ന് ശാന്തമായെന്ന് സമാധാനപ്പെട്ടു വന്നപ്പോഴാ അപ്രതീക്ഷിതമായി താനെ നേർക്കുനേരെ ഒരു വെല്ലുവിളി വരികയാണ്. ഈ രാത്രി ഈ ദൂതുകളെ ആത്മാവിൽ തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രാർത്ഥന കൊണ്ടിരുന്നോണം. ജീവിതത്തിന്റെ കരിനിഴൽ പിടിച്ചിരിക്കുന്ന പോലെ യാത്ര ചെയ്യുന്ന താഴ്വാരങ്ങൾക്കകത്ത് അപ്രതീക്ഷിതമായി ഈ വിധത്തിൽ നേർക്കുനേർ നിന്ന് ചീറ്റുന്ന പ്രതികൂലത്തിന്റെ അനുഭവങ്ങൾ ഇന്നിന്റെ അനുഭവങ്ങൾക്കകത്തൂടെ നിനക്ക് നേരെ വെല്ലുവിളിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ ആ അനുഭവങ്ങൾക്കകത്ത് ഒരു ഭക്തനെ എന്ത് ചെയ്യണം? ദൈവം ആ മനുഷ്യനെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? പ്രതികൂലങ്ങളിൽ തകർന്നു പോകുവാനാണോ ഇവനെ വിളിച്ചിറക്കിയതെന്ന് ആമേൻ വ്യക്തമായി തിരിച്ചറിയിപ്പിക്കുന്ന വിധത്തിൽ ദൈവത്തിനെതിരെ നടുവിൽ നിന്നോട് സംസാരിക്കാനുണ്ട്. ഹല്ലേലൂയ. ഒരിക്കൽ യേശു കർത്താവുമായിട്ട് ഒരുമിച്ച് തന്റെ ശിഷ്യന്മാർ യാത്ര ചെയ്തു പോകുക. അവര് യാത്ര ചെയ്യുന്നതിന് മുമ്പേ നസറേയൻ അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, വരുവീൻ, നാം അക്കരയ്ക്ക് പോകാം. അക്കരയ്ക്ക് പോകാമെന്നുള്ളത് ഒരു സാധാരണ വാക്കല്ല. ആ യാത്രയുടെ നടുവിൽ ഉണ്ടാകുന്ന പ്രതികൂലങ്ങളെയും പ്രതിസന്ധിയുടെ കാറ്റുകളെയും അവരുടെ പടകിന് വിരോധമായി അടിക്കുന്ന അവൻ പ്രതിസന്ധിയുടെ വേലിയേറ്റങ്ങളെ തിരിച്ചറിഞ്ഞ പ്രാണനാഥൻ അവൻ മുൻകൂട്ടി ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ തിരഞ്ഞെടുക്കപ്പെട്ട 12 എണ്ണത്തോട് പറയുക, അക്കരയ്ക്ക് പോകാം. ആമേൻ. അക്കരയ്ക്ക് പോകാമെന്നുള്ള ദൈവശബ്ദം കേട്ട് ആമേൻ കൂടെ ഇരിക്കുന്ന ഗുരുനാഥന്റെ വാക്കുകൾ കേട്ട് പടകിൽ കയറി യാത്ര ചെയ്ത ശിഷ്യന്മാർ നോക്കുക, അവരുടെ യാത്രകൾക്കകത്ത് ഇന്നുവരെയും നടക്കാത്ത ചില വെല്ലുവിളികൾ. ആമേൻ. ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ചില വേദനകൾ. ആമേൻ. ബൈബിൾ എന്താ പറയുന്നത്? പടക് പല നാഴിക ദൂരത്തായി. ഒന്നുകൂടെ പറഞ്ഞാൽ കാറ്റ് അടിച്ചുയരുന്നു. ആമേൻ. നിയന്ത്രിക്കുവാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ മാനുഷിക പ്രയത്നങ്ങൾക്ക് പോലും പിടിച്ചു വയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ കാറ്റിന്റെ വേഗത അവരെ ലക്ഷ്യമിട്ട് അതിശക്തിയോട് അടിക്കുകയാണ്. അടുത്ത വാക്ക് പറയുന്നു, കടൽ ഇളകുന്നു. നോക്കുക, തങ്ങളുടെ പ്രാപ്തി കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ കേട്ട ശബ്ദത്തിന് വിരോധമായി ഉണ്ടാകുന്ന പ്രതികൂലങ്ങൾ. ആമേൻ. ഹല്ലേലൂയ. കാറ്റിനെ പിടിച്ചു കെട്ടാൻ കഴിയത്തില്ല. തിരമാലയുടെ വേഗതയും അതിൽ കൂടെ അടിച്ചുയരുന്ന ആ പ്രതിസന്ധിയുടെ അനുഭവങ്ങളെയും തടയാൻ പറ്റാത്ത വിധത്തിൽ അമാനുഷികപരമായെന്ന് പറയത്തക്ക വിധത്തിൽ അടിക്കുന്ന ഒരു വെല്ലുവിളി. എന്തിനാ ഇങ്ങനൊരു പ്രതികൂലമാ ഇവർക്ക് മേൽ തമ്പുരാൻ അനുവദിച്ചു കൊടുക്കുന്നത്? ഹല്ലേലൂയ. തമ്പുരാൻ പറഞ്ഞൊരു വാക്കുണ്ട്, നാം അക്കരയ്ക്ക് പോകാം. ഒറ്റയ്ക്ക് പോകാമെന്നുള്ളൊരു ദൈവശബ്ദമല്ല പറഞ്ഞത്, നാം ഒരുമിച്ച് അക്കരയ്ക്ക് പോകാം. അതിന്റെ അർത്ഥം എന്താ? പ്രതികൂലം കണ്ടപ്പോൾ ഇവർ ഭയന്നു, പ്രതിസന്ധി കണ്ടപ്പോൾ ഇവർ പേടിച്ചു. അവർ തമ്മിൽ നിലവിളിച്ച് നാഥന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആമേൻ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ?
ആമേൻ. ചില സന്ദർഭങ്ങളിൽ ജോഷുവ പാസ്റ്ററെ നമുക്ക് അറിയാതെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രതീക്ഷയോടുകൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ കേട്ട ദൈവശബ്ദത്തിന് വിരോധമായി സൈമൺ പാസ്റ്ററെ നമ്മുടെ അകത്ത് അറിയാതെ അടിക്കുന്ന വെല്ലുവിളി ഉണ്ടല്ലോ. ആ സമയത്ത് അറിയാതെ ചോദിച്ചു പോയിട്ടില്ലേ? ആമേൻ. ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്റെ ചോദ്യം, നശിക്കാനാണെങ്കിൽ എന്തിനാണ് അതിനെ വിളിക്കുന്നത്? ഇവിടെ നശിപ്പിക്കാനാണെങ്കിൽ നിന്നെ എന്തിനാ വിളിച്ചിറങ്ങിയത്? അപ്പൊ വിളിച്ചിറക്കിയവര് നിന്റെ മേലൊരു ഉദ്ദേശമില്ലേ? ഇന്ന് രാത്രി എത്ര പേര് വാക്കിനാമേ പറയും? ഏത് പ്രതികൂലത്തിന്റെ തിന്മയുടെ അനുഭവങ്ങളിലും നിനക്ക് വിരോധമായി അടിച്ചുയരുന്ന പ്രതിസന്ധികൾക്കകത്ത് ഒന്നുകൂടെ നീ ആഗ്രഹിച്ചിട്ടും നിന്റെ കയ്യിൽ ആ നന്മ ലഭിക്കത്തില്ലെന്ന് പറഞ്ഞ് നിനക്ക് ലഭിക്കേണ്ട അർഹതപ്പെട്ട നന്മകളെ തടയുന്ന പ്രതിസന്ധിയുടെ കാറ്റ് നിന്റെ മേലെ അടിച്ചുയർന്നാലും ഇന്ന് രാത്രി സർവശക്തൻ പറയുന്നു, അതിന്റെ നടുവിൽ നീ തകരുവാനല്ല, പകരം നിന്നോട് പറഞ്ഞതിനകത്ത് എനിക്ക് നിന്നെ ഉറപ്പിക്കേണ്ടതിന്. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞൊന്ന് സ്വീകരിച്ചോളാം. അത് നിന്റെ തകർച്ചയ്ക്കല്ല. ആമേൻ. ഫിലിപ്പിയർ ലേഖനം വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിനകത്ത് കൃത്യമായൊരു പദം എഴുതിയിട്ടുണ്ട്. ഇത് ചിലരുടെ നാശത്തിനും ഇത് നിങ്ങളുടെ രക്ഷയ്ക്കും അടയാളമാകുന്നു. സമയമില്ലാത്തതിന് ഞാൻ വചനം എടുത്ത് വായിപ്പിക്കുന്നില്ല, നിങ്ങൾ കേട്ടിരുന്നാ മതി. ആമേൻ. വിളിച്ചിറങ്ങിയ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നേ. ആമേൻ. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ എഫേസ്യ ലേഖനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോയ എഫേസ്യ ലേഖനത്തിൽ വേഗത്തിലൊന്ന് വന്നാട്ടെ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന് 4-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിനകത്തിന് പ്രത്യേക ഒരു പദം എഴുതിയിട്ടുണ്ട്. കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രമോദിപ്പിക്കുന്നത്. അടുത്ത പദം വന്നിട്ട് പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. ഒരു നീണ്ട ലിസ്റ്റിനെ അപ്പോസ്തലൻ സഭയുടെ മുമ്പാകെ വരച്ചു കാണിക്കുക. എന്താണ് ഈ ലിസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന കാര്യം? ആരംഭത്തിൽ ഒരു പദം എഴുതിയിട്ടുണ്ട്, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ. ഹല്ലേലൂയ. അടുത്ത പദം വന്നിട്ട് പറയുക, നിങ്ങളെ പ്രബോധിപ്പിക്കുക. എന്താ പറയുന്നത്? നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോട്. ആമേൻ. ആ വാക്കിന്റെ അർത്ഥം എന്തായിരിക്കും? ഒരു സാധാരണ പദ്ധതിക്ക് വേണ്ടിയല്ല ദൈവം നിലവിളിച്ചത്. ആ പദത്തിന്റെ ആരംഭത്തിൽ തന്നെയുണ്ട്, നീ പ്രത്യേക ഒരു അന്തരീക്ഷത്തോട് ബന്ധിക്കപ്പെട്ടവനാണ്. ഒന്നാമേ പറയാമോ? ലോകത്തിന്റെ പദ്ധതിക്കകത്തല്ല നീ ബന്ധിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. സ്ഥലങ്ങളിലല്ല നീ ബന്ധിക്കപ്പെട്ടവൻ. ആമേൻ. നിനക്ക് വിരോധമായി ആക്രോശിച്ചുയരുന്ന പൈശാചികത്വത്തിന്റെ തിന്മകളുടെ മേഖലകളല്ല നീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. പകരം ദൈവത്തിന്റെ വചനം പറയുന്നു, നീ കർത്തൃസേവ നിമിത്തം ബന്ധിക്കപ്പെട്ടവനാ. രാമേൻ പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്താണ്? നീ നിന്റെ ഇഷ്ടപ്രകാരമല്ല ദൈവ പദ്ധതിക്കകത്തായിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. രാമേൻ പറയാൻ പറ്റുമോ? പരിശുദ്ധാത്മാവ് വളരെ ക്ലാരിറ്റിയോടെ പറയുക, ചില വെല്ലുവിളികളുടെ നടുവിൽ കൂടെ ദൈവം യാത്ര ചെയ്യിപ്പിക്കുന്നതിന് പിന്നിൽ ചില പ്രത്യേകാലുള്ള ദൈവത്തിന്റെ അസൈൻമെന്റുകളുണ്ട്. എന്താ കാര്യം? ഈ ലോകത്തിന്റെ അനുഭവത്തിൽ കൂടെ നീ യാത്ര ചെയ്യുമ്പോൾ നീ അറിയാത്തതും നീ കേൾക്കാത്തതും നീ ചിന്തിക്കാത്തതും നിന്റെ ജീവിതത്തിനകത്ത് വന്നു ചേരുന്ന
ചില പ്രതികൂലങ്ങൾക്കകത്തൂടെ നിന്നെ കടത്തി വിടുന്നതിന്റെ പിന്നിൽ നീ അറിയാത്തൊരു പദ്ധതി മറിഞ്ഞു കിടക്കുക. എന്താ കാര്യം? ഈ ലോകത്തിന്റെ സംവിധാനത്തിനകത്തല്ല ദൈവം നിന്നെ കണക്ട് ചെയ്തിരിക്കുന്നത്. പകരം എഫേസ്യർ 4:1 പറയാണ്, നീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് കർത്തൃസേവ നിമിത്തം ദൈവം നിന്നെ ബന്ധിച്ചിരിക്കുകയാണ്. അതൊരു തെറ്റായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കരുത്. എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ പദ്ധതിക്ക് വേണ്ടി, ആത്മാവിന്റെ തിരിഹിതത്തിന് വേണ്ടി, ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനാണ് നീ എന്ന് പറയുന്ന വ്യക്തി. ഒരാമയും പറയാൻ പറ്റുമോ? അപ്പൊ നിങ്ങളുടെ മേൽ കിടക്കുന്ന ദൈവത്തിന്റെ വിളിയുടെ പ്രാധാന്യം നോക്കിയേ. ഒരു സാധാരണ വിധത്തിലുള്ള ദൈവിക തെരഞ്ഞെടുപ്പല്ല കിടക്കുന്നത്. അതുകൊണ്ട് ഗലാത്യർ 1:1 പൗലോസ് അപ്പോസ്തലൻ പറയുന്ന പദമുണ്ട്, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലല്ല. രാമൻ പറയാമോ? ആ വാക്യം ഒന്ന് വായിക്കാൻ പറ്റുന്നവരുടെ വായിച്ചു. ഗലാത്യർ ലേഖനം 1:1 വാക്യം. ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് വായിച്ചു. മനുഷ്യനിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശു ക്രിസ്തുവിനാലും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രേ അപ്പോസ്തലനായ പൗലോസും കൂടെയുള്ള സകല സഹോദരന്മാരും ഗലാത്യ സഭകൾക്ക് എഴുതുന്നത്. ദൈവത്തിന്റെ ശ്രേഷ്ഠതയുള്ള തിരഞ്ഞെടുപ്പിനെ ആത്മമണ്ഡലത്തിനകത്ത് വരച്ചു കാണിക്കുന്ന ഒരു ദൈവമനുഷ്യൻ. ഈ ദൈവമനുഷ്യൻ എന്താണ് അവിടെ വിളംബരം ചെയ്യുന്നത്? എന്നെ തിരഞ്ഞെടുത്തത് മാനുഷികപരമാകുന്ന തിരഞ്ഞെടുപ്പിനകത്തൂടല്ല. നിന്റെ പാരമ്പര്യത്തിന്റെ പശ്ചാത്തല നിമിത്തമോ, നിന്നെ ജനിപ്പിച്ചവരുടെ ഇഷ്ടനിമിത്തമോ, നിന്റെ മേലുള്ള ക്വാളിറ്റി നിമിത്തമോ അല്ല ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പകരം അപ്പോസ്തലൻ പറയുകയാണ്, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല. അടുത്ത പദം എന്താ പറയുന്നത്? യേശു ക്രിസ്തുവിനാലും തന്നെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിച്ചവനാലും അത്രേ അപ്പോസ്തലത്വം പ്രാപിക്കപ്പെട്ട മനുഷ്യൻ. ഹല്ലേലൂയ. അപ്പൊ തിരഞ്ഞെടുപ്പിന്റെ ആഴം നോക്കുക. ആമേൻ. വെറുതെ വിശ്വാസത്തിനകത്തോട്ടു ദൈവം വലിച്ചു കയറ്റിയതല്ല. നിന്റെ പ്രതിസന്ധിയുടെ അനുഭവങ്ങൾക്കകത്ത് അബ്ബാപിതാവേ എന്ന് വിളിച്ചപ്പോൾ, യേശുവേ എന്നോട് കരുണ കാണിക്കണമെന്ന് നീ പറഞ്ഞപ്പോൾ നിന്റെ മേൽ അവന്റെ കരുണ ഇറങ്ങി വന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? മാനുഷിക നിലവാരത്തിലുള്ള ഒരു ബന്ധമല്ല ദൈവത്തിന് നിന്നോടുള്ളത്. മനസ്സിലാകുന്നവരുണ്ടോ? മാനുഷിക നിലവാരത്തിലുള്ള പോരാട്ടമല്ല, അവൻ മാനുഷിക നിലവാരത്തിലുള്ള ഏതെങ്കിലും ക്വാളിറ്റി അല്ല ദൈവം നിന്റെ മേൽ വെച്ച് കെട്ടിയിരിക്കുന്നത്. ആമേൻ. അതിനപ്പുറത്ത് ഇവിടുത്തെ സകല സംവിധാനങ്ങൾക്കും അപ്പുറത്ത്, ഇവിടുത്തെ ക്വാളിറ്റിക്ക് അപ്പുറത്ത്, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടുത്തെ നിലവാരങ്ങൾക്കപ്പുറത്ത്, ഇവിടുത്തെ ലോകത്തിന്റെ ശ്രേഷ്ഠതകൾക്കപ്പുറത്ത് ദൈവത്തിന്റെ മഹാനിയോഗത്താൽ നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ ദൈവാത്മാവോട് പറയുന്നു, നീ തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം എഫേസ്യർ 4-ാം തന്നെ പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? അവന്റെ മേലൊരു വിളിയുണ്ട്. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളി. ഹല്ലേലൂയ. ആമേൻ പറ. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേലൊന്നുണ്ട്, ഒരു ഹയർ കോളിംഗ് ഉണ്ട്. അപ്പൊ ഈ സൂം ഐഡിക്കകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന സകല ദൈവമക്കളെ നോക്കി പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നത്, ഇന്നിന്റെ സാഹചര്യത്തിനകത്ത് എന്തെങ്കിലും വെല്ലുവിളികൾ നിനക്ക് എതിരായി നിൽക്കുന്നെങ്കിലും ഇന്ന് രാത്രി നിനക്ക് പോലും അറിയാത്ത ഒരു ഹയർ കോളിംഗ് നിന്റെ മേൽ കിടക്കുക. ആമേൻ. എബ്രായർ ലേഖനം 3-ാം അധ്യായം വായിക്കുമ്പോൾ 1-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു. ഒന്ന് വായിച്ച് സഹായിക്കാമെങ്കിൽ.
അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. മതി 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 മതി. ഹയർ കോളിങ്ങിന്റെ അടുത്തൊരു റലം ദൈവം തുറക്കുക. എന്താ? വിളിച്ചിരിക്കുന്ന വിളിയെന്ന് അപ്പോസ്തലൻ പറഞ്ഞ് എഫേസ്യ സഭയോടിത് പ്രബോധിപ്പിക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ജനത്തെ നോക്കിക്കൊണ്ട് കൃത്യമായി അടുത്തൊരു അറിയിപ്പൂടെ കൊടുക്കുക. ഈ വിളി സാധാരണമല്ല. എന്താണ് ഈ വിളിയുടെ പ്രത്യേകത? ഇത് സ്വർഗീയ വിളിയാണ്. ഒരാമയം പറയാൻ പറ്റുമെങ്കിൽ ആമയം പറയാം. ഇതൊരു ആത്മീയ കൂട്ടായ്മ കൂടെ ആണല്ലോ. സൈമൺ പാസ്റ്റർ, ഞാൻ വിശ്വസിക്കുന്നു ഇതൊരു പ്രഭാഷണമല്ല. എനിക്കങ്ങനെ പ്രസംഗിക്കാൻ അറിയത്തില്ല. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ പ്രാർത്ഥന മുറിയിൽ ജോഷുവ പാസ്റ്ററെ തന്ന വെളിപ്പാടുകൾ ഒരു മറയും കൂടാതെ പറയാൻ കൃപയാൽ ഒരു നിയോഗമുണ്ട്. ഇത് കേൾക്കുന്നവന്റെ മേൽ ഇന്ന് രാത്രി സ്വർഗത്തിൽ നിന്നൊരു ഇടപെടൽ വെളിപ്പെട്ടിരിക്കും. ആത്മാവിൻ എന്നോട് ഇടപെടുകയാണ്. അങ്ങനെ തന്നെ ഇടപെടുകയാണ്. ഒരു സാധാരണ വിളിയല്ല ദൈവം നിന്റെ മേലിട്ടിരിക്കുന്നത്. ആമേൻ. ഒരു സ്വർഗീയ വിളി നിന്റെ മേൽ കിടപ്പുണ്ട്. ആ വിളിക്ക് വിരോധമായി ഈ ലോകത്തിന്റെ ആധിപത്യങ്ങൾ കൊമ്പുയർത്തിക്കൊണ്ട് നിന്റെ നേരെ വന്നാലും, നിന്നെ എവിടെല്ലാം ചവിട്ടി താഴ്ത്തുവാൻ പൈശാചിക പൈതൃകങ്ങൾ നിനക്ക് വിരോധമായി ആക്രോശിച്ച് മുമ്പിലേക്ക് വന്നാലും, ഇന്ന് രാത്രി പ്രാണനാഥൻ പറയുന്നു, തൊട്ടുപോയേക്കരുത്. അവൻ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരനായവനാണ്. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ആമേൻ പറയാം. ആമേൻ. ഇന്ന് രാത്രി മന്ത്രവാദത്തിന്റെയോ ആഭിചാരത്തിന്റെയോ ഇരുളിന്റെ താഴ്വാരങ്ങൾക്കകത്തൂടെ യാത്ര ചെയ്യുന്ന അനുഭവങ്ങൾ എവിടെ നോക്കിയാലും ജീവിതത്തിനകത്ത് രക്ഷപ്പെടാൻ സമ്മതിക്കാതെ വണ്ണം വെല്ലുവിളിയുടെ അനുഭവങ്ങൾക്കകത്ത് നീ ഒതുങ്ങുമെന്ന് നിന്നെ നോക്കി അന്ധകാരങ്ങൾ ആമേൻ ആമേൻ മുഴക്കുന്ന ശബ്ദങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി സർവശക്തനൊന്ന് പറയാനുണ്ട്. നിന്നെ വിളിച്ചിരിക്കുന്ന വിളി സാധാരണ ഒരു വിളിയല്ല. ഇന്ന് രാത്രി സഹോദരി ആത്മാവില പദത്തെ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ. നിന്റെ പ്രതികൂലത്തിന്റെ താഴ്വാരങ്ങളിൽ നീ തകർന്നു പോകുവാൻ പട്ടുപോകുവാൻ സമ്മതിക്കാതെ ഉയരത്തിലൊരു കോളിങ്, ആമേൻ, ഹയർ കോളിങ് ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു. ആ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാക്കി മാറ്റിയവർ ഇന്ന് രാത്രി എന്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഈ രാത്രി അവരെ നോക്കി ദൈവാത്മ പറയുന്നു, തൊടാൻ സമ്മതിക്കാതെ വേണം. ഈ ലോകത്തിന്റെ സംവിധാനങ്ങൾ നിന്നെ തകർക്കുവാൻ സമ്മതിക്കാതെ വേണം. ഇവിടുത്തെ മാനുഷിക പദ്ധതികൾ നിന്നെ ഒതുക്കുവാൻ സമ്മതിക്കാതെ വേണം. ഇവിടുത്തെ ഇരുട്ടിന്റെ ശക്തികേന്ദ്രങ്ങൾ, മന്ത്രവാദമോ ആഭിചാരങ്ങളോ പാരമ്പര്യ രോഗങ്ങളോ പൗരോഹിത്യ ശക്തികളോ ഇരുട്ടിന്റെ ശക്തികേന്ദ്രങ്ങളോ താഴ്വാരങ്ങളോ വെല്ലുവിളികളോ നിന്നെ തൊടാൻ സമ്മതിക്കാതെ വേണം. ഇന്ന് രാത്രികാലം ദൈവാത്മ പറയുന്നു, അതിനെ ഉടച്ചു കളയുവാൻ കരുത്തുള്ള ദൈവം ഇന്ന് രാത്രി നിന്നെ വിളിച്ചിറക്കിയവനാണെന്ന് ഇന്ന് രാത്രി ഉറപ്പുള്ളവൻ ഉണ്ടെങ്കിൽ കരമടിച്ചോ ശബ്ദയോടെ ദൈവത്തെ സ്തോത്രം ചെയ്ത് 1-2 മിനിറ്റുകൾ ദൈവത്തെ ആരാധിച്ച് ഈ ആരാധനയ്ക്കകത്ത് നിന്റെ മേലുള്ള വിളിക്കകത്തൂടെ ദൈവാത്മാവ് ചേർന്ന് തെളിയിക്കാൻ പോകുക. അതരമനഘടകൃഷ്യ അർത്ഥപ്രബന്ധനഘടകശ്വസിയ ഉദാരകത്തുനി വൈദ്യപ്രബന്ധനഘടകസ്യ പലതിനെ ഒഴിവാക്കിക്കൊണ്ട് നിന്റെ മേൽ ആ തിരഞ്ഞെടുപ്പ് വന്നെങ്കിൽ ആ പട്ടണത്തിനകത്ത് നീ ഞെരുങ്ങാനല്ല, ഏതെങ്കിലും അധികാര മണ്ഡലങ്ങൾക്കകത്ത് നീ തകർന്നു പോകാനല്ല, ആ കൂടാരത്തിനകത്ത് ഒന്നിനും സാധ്യതയില്ലാതെ ഇത്രയും നാളുകൾ ഇത്രയും കാലഘട്ടങ്ങൾ ഞെരുക്കത്തിന്റെ അപ്പം നിന്നുകൊണ്ട് കണ്ണുനീരിന്റെ അനുഭവത്തിൽ കൂടെ യാത്ര ചെയ്ത നിന്റെ മേൽ ദൈവത്തിന്റെ ശബ്ദത്തോടെ ദൈവം നിന്നെ പുറപ്പെടുവിച്ചെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിടപെടുന്നു. തോറ്റുപോകാൻ, തോറ്റുകൊടുക്കുവാൻ, തോൽപ്പിച്ചു കളയുവാൻ നിന്നെ അനുവദിക്കാത്ത വിധത്തിൽ നിന്നെ ഉയർത്തുന്ന ഒരു ദൈവത്തിനകല ഇന്ന് രാത്രി ഉയരത്തിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർ കരമടിച്ച് ആത്മാവിനാമേ പറഞ്ഞാട്ടെ. വിളിയുള്ളവൻ തകരത്തില്ല, വിളിയുള്ളവൻ തകരത്തില്ല. ഇയ്യോബിന്റെ പുസ്തകത്തിനകത്ത് കൃത്യമായി പറയുന്നു, ഒരു വൃക്ഷമായാൽ അതിനൊരു പ്രത്യാശമുണ്ട്, അതിനെ വെട്ടിയാൽ അവിടെ കൊണ്ട് അവസാനിക്കുമെന്നല്ല, വെള്ളത്തിന്റെ ഗന്ധമടിക്കും,
അത് വീണ്ടും പൊട്ടിക്കിളക്കും. ഇന്ന് രാത്രി അകത്ത് കൃപയുള്ളവർ ആമേൻ പറഞ്ഞു. ആമേൻ. ആ ശൂന്യതയുടെ അകത്തളങ്ങൾ നീ നിൽക്കുന്നത് ഇന്ന് രാത്രി ആത്മ പറയുന്നു, അവിടെ കൊണ്ട് അവസാനിപ്പിക്കാനല്ല. ഒരു രാത്രിയുടെ അനുഭവത്തിനകത്ത് വലയുമായി ഇറങ്ങിയ പത്രോസ്, ആമേൻ, ഗന്നസരേത്ത് തടാകത്തിനകത്ത് ആമേൻ ഒരുക്കപ്പെട്ട് കിടക്കുന്ന 4000-ഓളം പടകുകൾ അടുക്കി ആ കരയിൽ നിൽക്കുമ്പോൾ ആമേൻ 4000 പടകിനകത്ത് നിന്നും ശിമോനുള്ളതായ പടകിനെ തിരഞ്ഞെടുത്ത സർവശക്തൻ ഇറങ്ങിച്ചെന്ന് അവന്റെ പടകിനകത്ത് കയറിയിട്ട് ശിമോനോട് പറയുക, ഇന്നലെ നീ ശൂന്യമാകുന്ന അതേ സാഹചര്യത്തിനകത്ത് വാടാ, എന്റെ വാക്കിനകത്തേക്ക് ഇറങ്ങി വാടാ. ഇന്ന് രാത്രി സ്വർഗീയ വിളിയുള്ളവൻ ആത്മാവിൽ കേൾക്കുക, ചെവി തുറന്ന് കേൾക്കുക. ഉയരത്തിൽ നിന്ന് ദൈവശബ്ദം കേട്ടിറങ്ങിയവൻ ഇന്ന് രാത്രി ചെവി തുറന്ന് കേൾക്കുക. ശൂന്യതയ്ക്കകത്തേക്ക് നിന്നെ വിളിച്ചിറക്കുന്നത് അവിടെ കൊണ്ട് പരാജയത്തിന് അനുഭവത്തിൽ ഒതുക്കാനല്ല. നിന്റെ ശൂന്യതയ്ക്കകത്ത് നീ ഇതുവരെ കാണാത്ത നന്മകൾ കിലോമീറ്ററുകൾ അപ്പുറത്തുനിന്ന് നിന്റെ വലയ്ക്കകത്ത് നിറയുവാൻ. ഒരാമയം പറയാൻ പറ്റുക. ആമയം പറ. യോശുവ ഇപ്പോൾ നിൽക്കുന്ന ഇടം വരൾച്ചയുള്ള അനുഭവങ്ങൾ പോലെ, വരണ്ട സാഹചര്യങ്ങൾ പോലെ, ആത്മീയ മണ്ഡലത്തിനകത്ത് ഒത്തുചേരുവാൻ കഴിയാത്ത വിധത്തിലുള്ള പരിമിതികളുടെ ഇടമാണെന്ന് ദൈവാത്മ പറയുന്നു. എന്നാൽ ദൈവാത്മ പറയുന്നു, അടുത്ത 2 മാസങ്ങൾക്കകത്ത് തന്നെ ആമേൻ പെർമനന്റായി അവിടെ ആരാധിക്കുവാനുള്ള ദൈവത്തിന്റെ കരുതലിന്റെ കരം നിങ്ങൾക്ക് അനുകൂലമായി അന്തരീക്ഷത്തിനകത്ത് ഇറങ്ങി നിൽക്കുന്ന ഒരു കരം ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. ഇന്ന് രാത്രി അത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എഴുതിയിട്ടോ. തമ്പുരാൻ പറയുന്നു 2026 മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ ശ്രേഷ്ഠത നിന്റെ കൂടാരത്തിനകത്ത് വിളിച്ചിറക്കപ്പെട്ടവനെ ആത്മമണ്ഡലത്തിനകത്ത് വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ പദ്ധതി വലുതാണെന്ന് ഒരിക്കൽ കൂടെ കാണിക്കത്തക്ക വിധത്തിൽ ഇന്നിന്റെ ദൈവം നിന്നെ ഉറപ്പിക്കാൻ പോവുകയാണെന്ന്. സൈമണച്ച ഒരു പക്ഷേ പത്രോസ് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാകും. എന്താണ്? വീണ്ടും എന്നെ ആ ശൂന്യതയ്ക്കകത്തോട്ടാണോ നീ വിളിക്കുന്നത്? കഴിഞ്ഞ രാത്രി മുഴുവനും ഞാൻ അധ്വാനിച്ചത് എനിക്കൊന്നും ലഭിക്കാതിരിക്കുന്ന അനുഭവത്തിൽ ആ ശൂന്യതയ്ക്കകത്ത് എനിക്ക് എന്ത് കിട്ടാനാ? നസ്രയുടെ മറുപടി, നീ വാ, എന്റെ വാക്കിന് നീ വലയിറക്ക്. എന്താ കാര്യം? നീ അറിയാത്ത ഒരു ഹയർ കോളിംഗ് നിന്റെ മേൽ കിടപ്പുണ്ട്. ഒന്നാമയും പറഞ്ഞ് സ്വീകരിക്കാൻ മനസ്സുണ്ടോ? എന്റെ ഭാഷയിൽ പറഞ്ഞാൽ പത്രോസേ, നീ പറയുന്നത് പോലെ തന്നെ അത് ശൂന്യമാകുന്ന സ്ഥലം തന്നെയാണ്. ആമേ, നീ വലയിറക്കിയ ഇടത്ത് ശൂന്യത തന്നെ ആയിരിക്കാം. പക്ഷേ നിന്റെ വലയിറക്കുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള മത്സ്യം നിന്റെ വലയ്ക്കകത്ത് വന്നു കയറാൻ എന്റെ വാക്കിനൊരു അധികാരമുണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നാമേം പറഞ്ഞ് സ്വീകരിച്ചോ. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി അഭിഷക്തന്മാരോട് ഞാൻ ആത്മാവിൽ ഇടപെടുന്നു. പരിശുദ്ധാത്മ പറയുന്നു, നീ നിൽക്കുന്ന സ്ഥലം ശൂന്യമാണെന്ന് പറഞ്ഞ് നിന്റെ മേൽ വെളിപ്പെട്ട ആത്മീയ നിയോഗത്തിന്റെ വേഗതകളെ കുറയ്ക്കുവാൻ നോക്കുന്ന അന്ധകാരത്തിന്റെ പദ്ധതികളെ ആത്മാവിൽ വെട്ടുവാൻ എത്ര അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല. ആമേൻ. എത്ര നോക്കിയിട്ടും കയ്യിലുള്ള നന്മകൾ വർദ്ധിക്കുന്നില്ല. ആമേൻ. ദൈവം പറയുന്നത് പോകണ്ട, അവിടെ തന്നെ നിൽക്ക്, അവിടെ തന്നെ നിൽക്ക്. ഇന്ന് രാത്രി ആർക്കാ ദൂതിനെ ആമേൻ പറയാൻ പറ്റും? ഉടവലവനകടകസ്യ, നീ തോറ്റു പോകുമെന്ന് പറഞ്ഞ അതേ ഇടത്ത് തന്നെ, നീ പരാജയപ്പെടുമെന്ന് പറഞ്ഞ അതേ ഇടത്ത് തന്നെ, നീ കാണാത്ത ചില മത്സ്യസമ്പത്തിനെ കിലോമീറ്ററുകൾക്കപ്പുറത്തുനിന്ന് കൊണ്ടുവരുവാൻ, നിന്റെ കണ്ണെത്താ ദൂരത്തിൽ നിന്ന് കൊണ്ടുവരുവാൻ ആരോടോ ദൈവാത്മാവ് ഇടപെടുന്നു. ഉടവലകടകസി, പാരമ്പര്യത്തിനകത്തളങ്ങളിൽ എത്രയൊക്കെ ചെയ്തിട്ടും നിന്നെ അവൻ അനുഗ്രഹത്തിന്റെ അനുഭവത്തിലേക്ക് വിട്ടുകൊടുക്കുവാൻ സമ്മതിക്കാതെ വണ്ണം ഇന്നലകളിൽ തകർന്ന ചിലതിന്റെ പേരിനോട് ചേർത്ത് നിന്റെ പേരും ചേർത്ത് വെക്കുവാൻ, പരാജയത്തിന് അനുഭവത്തിനകത്ത് നീയും തകർന്നു പോകുവാൻ, നിനക്ക് വിരോധമായി അവൻ ശബ്ദം ഉയർത്തുന്ന പ്രതികൂലത്തിന്റെ വെല്ലുവിളി അതേ കൂടാരത്തിനകത്തുണ്ടെങ്കിൽ, അതേ ദേശത്തിനകത്തുണ്ടെങ്കിൽ, അതേ രാഷ്ട്രത്തിനകത്തുണ്ടെങ്കിൽ, അതേ ടെറിറ്ററിക്കകത്തുണ്ടെങ്കിൽ തമ്പുരാൻ പറയുന്നു, അവിടെ തന്നെ ഞാൻ നിന്റെ തലയിൽ കിരീടം ലഭിക്കുന്ന വിധത്തിൽ ഇന്ന് രാത്രി ഒരു സ്വർഗീയ വിളി.
റബാല ബച്ചാല അധികാര. ചിലതിനോട് ദൈവാത്മക ശക്തം ഇടപെടുന്നു. കുടരമന ഹന്തൽ കമന ഘടകസിയ. ആമേ. തോറ്റുകൊടുക്കാനല്ല ദൈവത്തിനെ വിളിച്ചിരിക്കുന്നത്. തന്റെ ഇടത്തോട് പറയണം, തോറ്റു കൊടുക്കാനല്ല എന്റെ അപ്പൻ എന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. 12-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടിറങ്ങിയ അബ്രഹാം കേട്ട വാക്തത്വത്തിന്റെ ആഴം വലുതാ. തന്റെ കൂടാരത്തിനകത്ത് ആരും ഇതുവരെ കേട്ടിട്ടില്ലാത്ത ശബ്ദം. എന്താ ശബ്ദം? തനിക്ക് മുമ്പായി തന്റെ പിതാവാകുന്ന തേരഹ് കനാൻ ദേശത്തിലേക്ക് യാത്ര തിരിച്ചു. പക്ഷേ കനാനിൽ എത്തിച്ചേരുന്നതിന് മുമ്പേ പട്ടുപോയി. തന്റെ കൂടപ്പുറപ്പാകുന്ന ഹാരാനും പട്ടുപോയി. മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത പ്രതിസന്ധികൾ അനുഭവിക്കപ്പെട്ട ഒരു കുടുംബമാണ്. ആ കൂടാരത്തിനകത്ത് തേരഹ് കേട്ടിട്ടില്ലാത്ത, ഹാരാൻ കേട്ടിട്ടില്ലാത്ത, അവന്റെ പാരമ്പര്യത്തിൽ ഇതിനു മുമ്പ് ആരും കേട്ടിട്ടില്ലാത്ത ഒരു ശബ്ദം. ഒന്നുകൂടെ പറഞ്ഞാൽ, കൽദയരുടെ പട്ടണത്തിനകത്ത് അവൻ വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി അതിനെ സേവിക്കുന്നതിന് നടുവിൽ ഇന്നുവരെ കേൾക്കാത്ത ഒരു ശബ്ദം. യോശുവ പാസ്റ്ററെ, ബൈബിൾ പറയുന്നു, ഞാൻ യഹോവയാകുന്നു. ഇന്നുവരെ വെളിപ്പെടാത്ത ഒരു ഇടപെടൽ. പാരമ്പര്യത്തിനകത്ത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല. നിനക്ക് മുമ്പേ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല. ആമേൻ. വന്നിറങ്ങിയവന് വ്യക്തിപരമായി പറയാനൊരു ദൂതുണ്ട്, ഞാൻ നിന്റെ പേര് വലുതാക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി വ്യക്തിപരമായി, ഈ രാത്രി വ്യക്തിപരമായി ചിലതിനോട് ദൈവാത്മാവ് ഇടപെടുകയാണ്. ആ പാരമ്പര്യത്തിനകത്തു നിന്നും, ആ കുടുംബ പശ്ചാത്തലത്തിനകത്തു നിന്നും ദൈവം നിന്നെ വിളിച്ചിറക്കിയതിന്റെ പിന്നിൽ നിനക്ക് പോലും അറിയാത്തൊരു പദ്ധതി മറഞ്ഞു കിടപ്പുണ്ട്. ഒരാമയം പറയാമോ? ഹല്ലേലൂയ. 12-ാം അധ്യായത്തിനകത്ത് കേട്ട ദൈവശബ്ദമായി അബ്രഹാം മുമ്പോട്ട് യാത്ര ചെയ്തു പോകുന്ന സന്ദർഭത്തിൽ താൻ പ്രതീക്ഷിച്ച പ്രതീക്ഷകൾക്കപ്പുറത്ത് പെട്ടെന്ന് തന്റെ ജീവിതത്തിനകത്ത് ചില വെല്ലുവിളികൾ വരിക. 13-ാം അധ്യായത്തിന്റെ ആരംഭത്തിലേക്ക് വരുമ്പോൾ ആ വെല്ലുവിളിയുടെ അനുഭവത്തിനകത്തൂടെ ലോത്ത് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു വ്യക്തിത്വം തന്റെ കൂടെ തന്നെ യാത്ര ചെയ്യുന്നു. 12-ാം അധ്യായത്തിനകത്ത് മിസ്രൈമിലേക്ക് പോയ സമയത്ത് തനിക്കുണ്ടായ വെല്ലുവിളികൾ വലുതാ. ആമേൻ. ഇസ്രായേലിയ മണ്ണിനകത്തൂടെ യാത്ര ചെയ്തു. അവിടുന്ന് രക്ഷപ്പെട്ടു വന്ന അബ്രഹാമിന്റെ ജീവിതത്തിനകത്ത് വിട്ടുപിരിയാത്തവനായി ലോത്ത് കൂടെ ഉണ്ട്. ആമേൻ. ലോത്ത് ജീവിതത്തിനകത്ത് വേർപിരിയാതെ നിന്നത് നിമിത്തം വെല്ലുവിളിയുടെ അനുഭവങ്ങൾ അബ്രഹാം ഒത്തിരി അനുഭവിച്ചു. ഒരാമയം പറയാമോ? ഹല്ലേലൂയ. എന്നാൽ 13-ാം അധ്യായം കഴിഞ്ഞ് 14-ാം അധ്യായം കഴിഞ്ഞു. ആമേൻ. ദൈവവചനം പഠിക്കുമ്പോൾ 15-ാം അധ്യായത്തിനകത്തേക്ക് വരുമ്പോൾ ദീർഘകാലത്തിന് ശേഷം അബ്രഹാമിന്റെ മുമ്പിൽ ദൈവം പ്രത്യക്ഷനാകുകയാണ്. അതൊരു സാധാരണ വിധത്തിൽ ദർശനത്തിനെന്നവണ്ണമാണ് ദൈവം ഇടപെടുന്നത്. ആ ദൈവിക ദർശനത്തിനകത്ത് ഇടപെടുമ്പോഴും അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. ദൈവത്തെ തന്റെ മുമ്പിൽ അഡ്രസ് ചെയ്ത് വിളിച്ചിറക്കിയ ദൈവത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പറയുമ്പോഴും അബ്രഹാമിന്റെ അകത്തു നിന്നൊരു ചോദ്യം എന്തെന്നറിയാമോ? 2-ാമത്തെ വാക്യം 15-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? കേട്ട വാഗ്ദത്തത്തിന്റെ ആഴം വരുന്നല്ലേ? അങ്ങോട്ടൊന്നും പറയാതെ സർവശക്തനായ ദൈവം പറയുന്നത്, ഇങ്ങോട്ട് സംസാരിച്ച ദൈവത്തിന്റെ ശബ്ദത്തിന് മുമ്പാകെ കേട്ട വാഗ്ദത്തങ്ങളെ ഒരു മറുപടി പോലും, ഒരു മൗനം കൊണ്ട് പോലും അതിനെ എതിർക്കാതെ
മുഴുവൻ വാഗ്ദത്തം കേട്ടു നിൽക്കുന്ന അബ്രഹാമിന്റെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടായ പ്രതിസന്ധികളുടെ നടുവിൽ ഇനിയും അത് നടക്കുമോ എന്നുള്ള ഭയം തന്റെ അകത്തളങ്ങളിൽ വല്ലാത്ത രീതിയിൽ കാർന്നു പിടിക്കുമ്പോൾ അബ്രഹാം അറിയാതെ അകത്തുനിന്ന് ചോദിക്കുക, കർത്താവേ, നീ എനിക്ക് എന്ത് തരും? എന്താ ഈ ചോദ്യത്തിന്റെ പിന്നിലുള്ള ഉദ്ദേശം? ആമേൻ. നീണ്ട കാലഘട്ടമായി കേട്ടതിന്റെ സാധ്യതകളില്ല. നീണ്ട കാലഘട്ടമായി ആമേൻ മറുപടികൾ കാണുവാൻ കഴിയാത്ത വിധത്തിൽ എവിടെയോ പിന്നെയും ആ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾക്കകത്ത് ഒതുക്കപ്പെടുന്ന അനുഭവങ്ങൾ പോലെ തന്റെ മുമ്പിൽ ചിലത് വെല്ലുവിളിച്ചു നിൽക്കുക. അവകാശി ഞാനാണ് അവകാശി എന്ന് പറഞ്ഞുകൊണ്ട് ദമ്മേശക്കാരനായ എലയാസർ പോലെ വിരോധ മനോഭാവത്തിൽ കൂടെ തന്റെ മുമ്പിൽ നിൽക്കുക. അവകാശത്തിന് വിരോധമായി വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന അവകാശി താനാകുമെന്ന് അവൻ മുമ്പിൽ വല്ലാത്ത രീതിയിൽ ഭയപ്പെടുന്ന അബ്രഹാം എന്നിട്ടും ദൈവത്തോട് ചോദിക്കുക, എന്ത് തരും? ദൈവത്തിന്റെ മറുപടി മൗനതയാ. രാമൻ പറഞ്ഞാട്ടെ, ആ മൗനതയ്ക്കകത്ത് ദൈവത്തോട് അവൻ പറയുന്നൊരു വാക്കുണ്ട്. ആമേൻ. ദൈവം അവനോട് പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? 4ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയായി മാറും. ഒരാമേൻ പറഞ്ഞാട്ടെ. പ്രതികൂലത്തിന്റെ വലിപ്പമല്ല ദൈവത്തിന്റെ വിഷയം. സാഹചര്യങ്ങളുടെ വലിപ്പമല്ല ദൈവത്തിന്റെ വിഷയം. ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവദാസനെ ആ വാക്കിനകത്ത് ദൈവം ആമേൻ തന്നെയാണ്. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? പറഞ്ഞു കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞ് ദൈവം പറഞ്ഞിട്ടില്ല. എനിക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല, നീ പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് ദൈവം പറഞ്ഞില്ല. ആമേൻ. എന്താ കാര്യം? പറഞ്ഞ വാക്കിനകത്തുനിന്ന് അവന് മാറാൻ കഴിയത്തില്ല. ഒന്ന് ആമേൻ പറഞ്ഞു ഉറക്കാമോ? ദൈവത്തിന് ഒറ്റ വാക്യമുള്ളൂ, നിന്റെ ഉദരത്തിൽ തന്നെ ഒരവകാശം പുറത്തു വരും. അതിനർത്ഥം എന്താ? കേട്ട നിന്നിൽ തന്നെ ആ വാക്തത്വം നടക്കും. നീ കേട്ട ദൂത് ബൈബിൾ പറയുന്നു, നിന്റെ കൈകളുടെ അധ്വാന ഫലം നാട്ടുകാർ തിന്നുവെന്നല്ല. നിന്റെ കൈകളുടെ അധ്വാനം നീ തിന്നും. അതിന്റെ അർത്ഥം എന്താ? നീ കേട്ട ദൂതിന്റെ ഉടമസ്ഥൻ നീ തന്നെയാണ്. നീ അത് പ്രാപിച്ചിരിക്കും. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? 15-ാം അധ്യായത്തിനകത്ത് ചോദിച്ച മറുപടിയുടെ ആഴങ്ങളായി 17-ാം അധ്യായത്തിനകത്ത് ഇറങ്ങി നിൽക്കുന്ന ദൈവം ദർശനത്തിലല്ല ഇപ്പോൾ ദൈവം ഇടപെടുന്നത്. 17-ാം അധ്യായത്തിനകത്ത് വായിക്കുമ്പോൾ 99 വയസ്സായ അബ്രഹാമിന് മുമ്പാകെ അബ്രഹാമിന് ദൈവം യഹോവ പ്രത്യക്ഷനായി. ആ പദം പറയുന്നത് തിയോഫനി എന്നാണ്. എന്ന് പറഞ്ഞാൽ നേരിട്ട് ദൈവം ഇറങ്ങി നിൽക്കുക. ദൈവം പറഞ്ഞ വാക്തത്വത്തിന്റെ ഉറപ്പ് ഒന്ന് ഉറപ്പിച്ച് തന്റെ മേൽ പകരുവാൻ പാകത്തിന് അബ്രഹാമിന്റെ നേർക്കുനേർ ദൈവം പ്രത്യക്ഷനായി ഇറങ്ങിയെങ്കിൽ ഇന്ന് ഈ ദൂത് കേൾക്കുന്ന ചിലതിനോട് ദൈവാത്മാവ് ഇടപെടുന്നു, അഭിഷക്തനെ, നിന്റെ കൂടാരത്തിനകത്ത് എന്ത് പ്രതികൂലമുണ്ടെങ്കിലും നീ അത് പ്രാപിക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ സാത്താന്യ മേഖലകൾ നിനക്ക് വിരോധമായി എന്തെല്ലാം പ്രതിസന്ധികൾ അഴിച്ചുവിട്ടാലും ദൈവത്തിന് പറയുവാനുള്ള ഒറ്റ മറുപടിയുള്ളൂ, ഞാൻ യഹോവയാണ്, ഞാൻ സർവശക്തനായ ദൈവമാണ്. ആമേൻ. അടുത്ത പദം വന്നിട്ട് ദൈവം പറയും, എനിക്കും നിനക്കും മധ്യേ ഞാൻ എന്റെ നിയമം സ്ഥാപിക്കും. ആമേൻ. എന്ന് പറഞ്ഞാൽ നിന്നോട് പറഞ്ഞ വാക്തത്വത്തിനകത്തുനിന്ന് മാറാൻ കഴിയാത്ത വിധത്തിൽ എന്റെ പദ്ധതിയെ ഞാൻ നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുമെന്ന് ദൈവത്തിന്റെ കയ്യൊപ്പോടുകൂടെ ഒരു സൈൻ അങ്ങോട്ട് ഇടുക. ഇത് ആമേൻ പറയാൻ പറ്റുമോ? അങ്ങനാണെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു, സ്വർഗീയ വിളി കേട്ട് ഇറങ്ങിയ നിന്റെ മുമ്പാകെ പ്രതികൂലങ്ങൾ വരുമ്പോൾ ദൈവം നിന്നെ ആക്കുന്ന ഒരു പ്രത്യേക സീക്രട്ട് പ്ലേസ് ഉണ്ട്. അതാ 91-ാം സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, അത്യുന്നതന്റെ മറവ്. രാമൻ പറഞ്ഞാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-ാം അധ്യായം
അതിനെ 1-2 വാക്യം കൊണ്ട് വേഗത്തിൽ വായിച്ചേ. യെശയ്യാവ് 49:1-2. ദ്വീപുകളെ എൻ്റെ വാക്ക് കേൾപ്പീൻ, ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിപ്പീൻ. യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കയിൽ തന്നെ എൻ്റെ പേർ പ്രസ്താവിച്ചിരിക്കുന്നു. അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൽ പോലെയാക്കി, തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി തൻ്റെ പൂണിയിൽ മറച്ചു വെച്ചു. അതെ, ഒരു പ്രത്യേക പ്രസ്താവന ദൈവം ഇറക്കുക. ആമേൻ. പ്രവാചകനായ യെശയ്യാവ് തന്റെ ആത്മനിയോഗത്തിനകത്തൂടെ വ്യക്തമായി വിളിച്ചു പറയുന്നൊരു വാക്ക് എന്താ? യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു, എന്റെ അമ്മയുടെ ഉദരത്തിലിരിക്കയിൽ തന്നെ എന്റെ പേര് പ്രസ്താവിച്ചിരിക്കുന്നു. ഒരാമയും പറഞ്ഞാട്ട് ഹല്ലേലൂയ. എന്റെ സാധാരണ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ, പൈശാചികപരമായി നിന്നെ തകർക്കുവാൻ ഏതെങ്കിലും മന്ത്രവാദിയോ അങ്ങനെ പ്രതികൂലമായി നിൽക്കുന്ന വ്യക്തികളോ നിന്റെ പേരിനെ വിരോധമായി എന്തെങ്കിലും പ്രവർത്തി ചെയ്യുവാൻ, നിന്റെ പേര് ഇപ്പോഴല്ലേ അവരറിയുന്നത്, അവരറിയുന്നതിന് മുമ്പേ നിന്റെ പേര് പ്രസ്താവിച്ച ഒരു ഉടമസ്ഥ നിനക്കുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇരുട്ടിന്റെ ഏതെങ്കിലും അനുഭവത്തിനകത്ത് നിന്നെ വിട്ടുകൊടുക്കുവാനല്ല ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നത്. ആമേൻ പറയാമോ? ഹല്ലേലൂയ. പൈശാചിക ലോകം നിനക്ക് വിരോധമായി കോലം വരയ്ക്കുന്ന അവന്റെ കളത്തിനകത്ത് ഒതുങ്ങുവാനല്ല ദൈവം നിന്റെ പേര് പ്രസ്താവിച്ചത്. പ്രവാചകൻ പറയാ, എന്റെ അമ്മയുടെ ഗർഭം മുതൽ തന്നെ അവൻ എന്നെ വിളിച്ചു, അവൻ എന്റെ പേര് പ്രസ്താവിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? അവൻ എന്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി. അടുത്ത വാക്ക് പറയുന്നു, തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കി അമ്പാക്കി തന്റെ പൂണിയിൽ മറച്ചു വെച്ചു. ഒരാമയും പറയാമോ? അപ്പൊ അത്യുന്നതന്റെ മറമെന്നും സർവശക്തന്റെ നിഴലിൽ കീഴെന്ന് പറയുമ്പോൾ പ്രവാചകൻ കുറച്ചുകൂടെ വാക്കിനെ ആത്മമണ്ഡലത്തിൽ വിശദമാക്കുക. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? അത്യുന്നതന്റെ മറമെന്ന് പറയുന്ന വാക്ക് സർവശക്തന്റെ നിഴലിൽ കീഴെന്ന് പറയുമ്പോൾ പ്രവാചകൻ പറയുക, ആ നിഴലെന്ന് പറയുന്നത് തന്റെ കൈയുടെ നിഴലാണ്. ആരുടെ? എന്നെ എന്റെ അമ്മയുടെ ഗർഭം മുതല് എന്റെ പേര് ചൊല്ലി എന്റെ പേര് പ്രസ്താവിച്ച എന്റെ അപ്പന്റെ കൈയുടെ നിഴലാണത്. ഒരാമയം പറയാൻ പറ്റുവാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ആമയം പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ അമ്മയുടെ ഗർഭം മുതൽ തന്നെ, ഞാൻ അറിയാതിരുന്ന കാലഘട്ടം മുതൽ എന്റെ പേര് ചൊല്ലി എന്നെ വിളിച്ചവൻ എന്നെ ആക്കി വെച്ചിരിക്കുന്ന ഒരു പ്ലേസ് ഉണ്ട്. ആ പ്ലേസിന്റെ പേരെന്താ? തന്റെ കൈയുടെ നിഴല്. അതാണ് 91 സങ്കീർത്തനം പറയുന്നത്, സർവശക്തന്റെ നിഴലിൻ കീഴിൽ. അതിനർത്ഥം എന്താണ്? എന്നെ മറച്ചു നിർത്തുന്ന, എന്നെ സുരക്ഷിതനാക്കി മാറ്റുന്ന തന്റെ കൈയുടെ കീഴിലാണ് ഞാൻ ആയിരിക്കുന്നത്. ഓ, എത്ര പരാമയും പറയും. ഹല്ലേലൂയ. അടുത്ത പദം പറയുകയാണ്, അവനെ മിനുക്കി അമ്പാക്കി തന്റെ പൂണിയിൽ മറച്ചു വെച്ചു. അപ്പൊ ദൈവത്തിന്റെ മറവിടമെന്ന് പറഞ്ഞാൽ നിന്നെ കാലഘട്ടത്തിന്റെ ആയുധമാക്കി മാറ്റുവാൻ, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി നിന്നെ മെനഞ്ഞെടുക്കുന്ന, നിന്നെ തേച്ചു മിനുക്കിയെടുക്കുന്ന ദൈവ പദ്ധതിയുടെ രഹസ്യ അറയാണ് തന്റെ മറയെന്ന് പറഞ്ഞാൽ. ഹല്ലേലൂയ. 31 സങ്കീർത്തനം അതിലെ 20 വാക്യം കൊടുത്ത് വായിച്ചിട്ട് ഞാൻ എന്റെ വാക്കുകളെ ഒന്ന് ചവിട്ടി നിർത്താം.
ഈ പ്രസംഗം എനിക്ക് കണ്ടിന്യൂസ് പോയാൽ സമയം പോകും. ഹല്ലേലൂയ. സങ്കീർത്തനം 31:20. എടുത്തവരുണ്ടെങ്കിൽ വേഗം വായിച്ചു. അവന്റെ അര എന്നെ അനുഗ്രഹിച്ചില്ലെങ്കിൽ എന്റെ ആടുകളുടെ രോഗം കൊണ്ട് അവന് കൂറുമാറിയില്ലെങ്കിൽ നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്ന് വിടുവിച്ചു. നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. നീ അവരെ നാവുകളുടെ വക്കാണത്തിൽ നിന്ന് രക്ഷിച്ച് ഒരു കൂടാരത്തിനകത്ത് ഒളിപ്പിക്കും. ശ്രദ്ധിച്ചേ, ഒരു മറയെ കുറിച്ചും ഒരു പ്രത്യേക അന്തരീക്ഷത്തെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട് അല്ലെ? എന്താ വായിക്കുന്നേ? നീ അവരെ മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്നും വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. ആമേൻ. യെശയ്യാപ്രവാചകൻ പറഞ്ഞൊരു വാക്ക്, തന്റെ പൂണിയിൽ മിനുക്കി അമ്പാക്കി മാറ്റി അവൻ നിന്നെ മറയ്ക്കും. ഇപ്പൊ ദൈവത്തിന്റെ മറവെന്ന് പറഞ്ഞാൽ, ദൈവം നിന്നെ മറയ്ക്കുവാൻ ഒരുക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ എന്താണ്? സങ്കീർത്തനക്കാരൻ പറയുന്നു, അതവന്റെ സാന്നിധ്യത്തിന്റെ ഇടമാണ്. അയ്യോ, എത്ര പേര് കേൾക്കുന്നുണ്ട് ഈ വാക്കുകളെ? ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി വിളിക്കപ്പെട്ട നിന്നെ അന്ധകാര ശക്തികൾ പന്ത് തട്ടുവാനല്ല ദൈവം നിന്നെ ആക്കി വച്ചിരിക്കുന്നത്. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരനായ നിന്നെ ദൈവമാക്കി വച്ചിരിക്കുന്നത് ഇവിടുത്തെ മന്ത്രവാദികൾക്ക് പന്ത് കെട്ടാനല്ല, ഇവിടുത്തെ ലൂസിഫറിന്റെ ഏജന്റിന് പന്ത് തട്ടാനല്ല, ഇവിടുത്തെ മഹാരോഗങ്ങൾക്ക് പന്ത് തട്ടാനല്ല. ഇന്ന് രാത്രി തമ്പുരാൻ പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ വിളിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട നിന്നെ അവൻ തന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ അവൻ നിന്നെ മറച്ചു വച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ പരാജയം നിന്നെ തൊടുമോ? ഇനി പരാജയം നിന്റെ മുമ്പിൽ വന്നാൽ പോലും ബൈബിൾ പറയുക, മനുഷ്യരുടെ കൂട്ടുകെട്ടിൽ നിന്നും ഞാൻ അവരെ വിടുവിക്കും. എത്ര പേർക്ക് ഈ പദങ്ങളെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കാം? അങ്ങനെയാണെങ്കിൽ നിന്റെ മുമ്പിൽ ഒരുക്കപ്പെടുന്ന പേപ്പർ വർക്ക് ഇന്ന് രാത്രി ദൂതന്മാർ അതിന്റെ മുകളിൽ സീലടിക്കാൻ പോവാ. നിന്റെ യാത്രയുടെ തടസ്സങ്ങൾ ദൈവം മാറ്റാൻ പോവാ. ആ ഹോസ്പിറ്റലിനകത്ത്, ആ സ്ഥാപനത്തിനകത്ത്, ആ ഓഫീസിനകത്ത് അവൻ ഇന്ന് രാത്രിയിൽ നിനക്ക് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം നിന്നെ അവിടെ സീറ്ററാക്കാൻ ഇന്ന് രാത്രി ദൈവം പറയുന്നു, മനുഷ്യരുടെ കൂട്ടുകെട്ടുകളെ പൊളിക്കുന്ന somebody receive in the name of Jesus. ഇന്ന് രാത്രി ദൈവം അവിടെ വിടുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണം. ദൈവത്തിന്റെ ആത്മാവരോട് അങ്ങനെ ഇടപെടുക. മനുഷ്യരുടെ കൂട്ടുകെട്ടുകളെ പൊളിക്കുന്ന വിധത്തിൽ, അന്ധകാരത്തിന്റെ സഖ്യതകളെ പൊളിക്കുന്ന വിധത്തിൽ നിനക്ക് ആ ജോലിയിൽ വളർച്ചയുണ്ടാകത്തില്ലെന്നും ആമേൻ നീ അവിടെ നിൽക്കത്തില്ലെന്നും അതിനകത്തു നീ അധൈര്യപ്പെടുമെന്നും നീ തകർന്നു പോകുമെന്നും നിന്നെ നോക്കി ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവാത്മാവ് ഇടപെടുക. സാന്നിധ്യത്തിന്റെ മറവിൽ ആക്കപ്പെട്ട നിന്നെ നോക്കി തമ്പുരാൻ പറയുന്നു, ഒന്ന് തൊടാതിരിക്കാതെ, ഒന്നിനെ അനുവദിക്കാതെ ഇന്ന് രാത്രി ഉയരത്തിനൊരു കരം നിന്നെ മേൽ വെളിപ്പെടുക. എന്തിനാ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധങ്ങളെ തകർക്കുവാൻ, നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന നാവുകളെ ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ ഇല്ലാതാക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ആത്മീയ ഗതികളെ ഇല്ലാതാക്കുവാൻ ദൈവദാസനെ ശുശ്രൂഷയുടെ മണ്ഡലങ്ങളിൽ ഏറ്റ ദൈവ ശബ്ദത്തിന്റെ ഉണർവിന്റെ അനുഭവങ്ങൾ അകത്തളകളിൽ വഹിച്ചു യാത്ര ചെയ്യുമ്പോഴും പെട്ടെന്നുണ്ടാകുന്ന ചില പ്രയാസങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന മടുപ്പിക്കുന്ന ചില സാഹചര്യങ്ങൾ ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുകയാണ്. ആ വെല്ലുവിളികളെ, ആ പോരാട്ടത്തിന് അനുഭവങ്ങളെ ഇന്ന് രാത്രി പൊളിക്കുവാൻ പാകത്തിന് ദൈവാത്മാവോട് ഇടപെടുകയാണ്. അവൻ തന്റെ സാന്നിധ്യത്തിന് മറവിൽ നിന്നെ മറച്ചു നിർത്തിക്കൊണ്ട് ഈ രാത്രി കാലം നിനക്ക് വിരോധമായി ഉയർന്നു വരുന്ന പൈശാചിക കൂട്ടുകെട്ടുകളെ, നിന്റെ വേദനകളെ തടയുന്ന,
നിന്റെ നന്മകളെ തടയുന്ന, നിന്റെ ഉയർച്ചകളെ തടയുന്ന, നിന്റെ പ്രമോഷനെ തടയുന്ന, നിന്റെ സാലറിയെ തടയുന്ന, നിന്റെ ആരോഗ്യത്തെ ചാർത്തുന്ന, നിന്റെക്ക് വിരോധം നിൽക്കുന്ന വെല്ലുവിളി യേശുവിന്റെ നാമത്തിൽ എത്ര കിലോമീറ്ററുകൾ കടത്തുനിന്നും കടന്നു വരുന്നതാണെങ്കിലും ഇന്ന് രാത്രി സ്വർഗം എന്ന് പറയുന്നു അതിനെ പൊളിക്കുവാൻ, അതിനെ തകർക്കുവാൻ ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുന്നു. അവന്റെ സാന്നിധ്യത്തിനകത്ത് ദൈവം നിന്നെ മറച്ചു വയ്ക്കുക. ഓ കമോൺ 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 കമോൺ. ഇന്ന് രാത്രി ചിലരുടെ മുമ്പാകെ ചില വാതിലുകൾ തുറക്കുക. കമോൺ, എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവോട് പറയുകയാണ്, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി എവിടെയാണ് നിന്റെ തടസ്സം, എവിടെയാണ് നീ അനുഭവിക്കുന്ന വെല്ലുവിളി, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു ആ തടസ്സത്തെ മാറ്റുവാൻ, ഇന്ന് രാത്രി എന്നേക്കുമായി ഇതിനെ തകർത്ത് കളയുവാൻ ദൈവത്തിന്റെ അവന്റെ സാന്നിധ്യത്തിന്റെ മറവിലേക്ക്, അവന്റെ സാന്നിധ്യത്തിന്റെ മറവിലേക്ക് മോശയെ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് പൊതിഞ്ഞിട്ട് മോശയോട് ദൈവം പറയുക, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോലും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകി തരും. പുറപ്പാട് 33:14 ദൈവാത്മാവ് ശക്തമായി ഇടപെടുകയാണ്. ആര് എന്റെ കൂടെ നിൽക്കുമെന്ന് മോശ ചോദിച്ച സമയങ്ങളിൽ, ആരെന്റെ കൂടെ യാത്ര ചെയ്യുമെന്ന് മോശ ചോദിച്ച സന്ദർഭങ്ങളിൽ, എനിക്ക് മുമ്പോട്ട് പോകുവാൻ നിന്റെ വഴി വേണം, എനിക്ക് മുമ്പോട്ട് പോകുവാൻ നിന്റെ കൃപ വേണം, എനിക്ക് മുമ്പോട്ട് പോകുവാൻ അപ്പോ നിന്റെ കരുത്താവശ്യമാണ്. ആരെന്റെ കൂടെ നിൽക്കും, ആരെ എന്റെ കൂടെ അയക്കുമെന്ന് മോശ ചോദിച്ചതിന്റെ മറുപടിയാൽ ഒറ്റവാക്യം പറയാം, ഇപ്പോൾ നീ പ്രതീക്ഷിക്കുന്നവർ നിന്റെ കൂടെ കാണത്തില്ല. നീ വിചാരിച്ചവർ നിന്നെ വിട്ട് ദൂരത്തായി കാണാം. നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ് വാക്ക് തന്നവർ പോലും എവിടെയോ നിന്നെ വിട്ട് ദൂരത്ത് മാറി നിൽക്കുന്നുണ്ടാകാം. ഉടമനഘടകസിയ നിന്നെ സന്തോഷിപ്പിക്കേണ്ടവർ, നിനക്ക് വാക്ക് പറഞ്ഞ് സമാധാനം തരേണ്ടവർ, ഒരു പക്ഷേ ഒരു ഫോൺ കോൾ പോലും ചെയ്യാതെ എവിടൊക്കെയോ വേദനയുടെ അനുഭവങ്ങൾക്കകത്ത് വാടിക്കരയുന്ന അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ദൈവാത്മ പറയുന്നു, ആരെന്റെ കൂടെ നിൽക്കും, ആരെന്നോട് കൂടെ വരും എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി സർവശക്തന് പറയുവാൻ ഒരേ ഒരു വാക്ക് ദൈവാത്മാവ് ഇടപെടുകയാണ്, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. കമോൺ, ഇന്ന് രാത്രി ആ ദൂതന് നാമേ പറയാമോ? പരിശുദ്ധാത്മാവോട് പറയുന്നു, എന്റെ സാന്നിധ്യം, എന്റെ സാന്നിധ്യം, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ. ഇന്ന് രാത്രി ആരോടൊക്കെയോ ചില സഹോദരിമാരോട് പറയുന്നു, ആമേൻ ആമേൻ ആമേൻ. ചില സഹോദരിമാരോട് ദൈവാത്മ പറയുന്നു, ആരുമില്ലെന്നുള്ള തോന്നൽ നിന്നെ അലട്ടുന്നെങ്കിൽ, അവൻ നിന്നെ കൈക്ക് പിടിച്ചു കയറ്റുവാൻ, അവൻ നിന്റെ കൂടെ നിൽക്കുവാൻ ആരുമില്ലെന്ന് നിനക്ക് അകത്തണെങ്കിൽ ഭയം അനുഭവിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുന്നു. പ്രിയ ആശ ശീല ദൈവാത്മാവോട് പറയുന്നു, സഹോദരിമാരെ ഇന്ന് രാത്രി ദൈവാത്മാവോട് പറയുക, ഇന്ന് രാത്രി എവിടൊക്കെയോ ആശങ്കകൾ പെടുത്തുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ വേട്ടയാണെന്നെങ്കിൽ ഇന്ന് രാത്രി ഉറച്ചു വിശ്വസിച്ചോ. ആമേൻ. ശ്രുതി ഡേവിഡ്, ശ്രുതി സിസ്റ്ററെ ആത്മാവിലെ പദത്തിൽ നിന്ന് വിശ്വസിച്ചോ. റിജോ തോമസ് യേശുവിന്റെ നാമത്തിലെ വാക്കിനെ വിശ്വസിക്കുക. ആമേൻ ആമേൻ ആമേൻ. സുബിഷ ആമേൻ. ഇന്ന് രാത്രി സഹോദരിയ വാക്കിനെ വിശ്വസിക്കുക. ജിൻസി ജർമ്മനി യേശുവിന്റെ നാമത്തിലെ ഡിവൈസിലിരിക്കുന്ന സഹോദരി ദൈവാത്മാവിലെ വാക്കിനെ വിശ്വസിച്ചാട്ടെ. ഇന്ന് രാത്രി നിന്റെ ആശങ്കകളെ മാറ്റുവാൻ ആരും നിന്റെ കൂടെ നിൽക്കും, ആരും എന്റെ കൂടെയില്ല. എനിക്ക് കൈത്താങ്ങ തരുവാൻ, എന്നെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ, എന്നെ റെക്കമെൻഡ് ചെയ്യുവാൻ, എന്റെ ജീവിതത്തിനകത്ത് ഒരു വഴികാട്ടിയായി നിൽക്കുവാൻ, എനിക്കൊരു നല്ല വാക്ക് പറയുവാൻ ആരും എന്റെ കൂടെയില്ലെന്ന് വിചാരപ്പെടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്നോട് ദൈവം ഇടപെടുന്നു. ആരുമില്ലെങ്കിലും ഇന്ന് രാത്രി അവന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ട്. അത് വിശ്വസിക്കാൻ പറ്റുമോ? അടുത്ത ദിവസം നീ ആ സ്ഥാപനത്തിലേക്ക് ചെല്ലുമ്പോൾ മറ്റാരും നിന്റെ കൂടെ കാണത്തില്ല, പക്ഷേ അവൻ നിന്റെ കൂടെ ഉണ്ട്, അവൻ നിന്റെ കൂടെ ഉണ്ട്. ദാവീദ് പറയുക, കൂരിൽ താഴ്വരയിൽ കൂടെ ഞാൻ നടന്നാലും അനർത്ഥം ഭയപ്പെടാൻ അനുവദിക്കാതെ എന്നോടുകൂടെ ഇരിക്കുന്നൊരുവനുണ്ട്. വചനം പറയുന്നു, അനർത്ഥ ദിവസത്തിൽ തന്റെ കൂടാരത്തിൽ അവൻ നിന്നെ മറയ്ക്കും. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അടരകഥ ചൂടമനകത്തിയാല. വ്യക്തിപരമായി എനിക്ക് സംസാരിക്കുവാനുള്ള സമയം എന്റെ മുമ്പിൽ ഇല്ലെങ്കിലും ഈ വചനം ആത്മാവിൽ നിങ്ങൾ ഏറ്റെടുത്തോണം. കർത്താവ് പറയുന്നു, അടുത്ത മേഖലയ്ക്കകത്തോട് കാലുകുത്തുവാൻ ദൈവ സാന്നിധ്യത്തിനകത്ത് ഇന്ന് രാത്രി നിന്റെ കൈയെ പിടിക്കുവാൻ ഒരുവന്റെ കൂടെ ഉണ്ട്. നാളെ എന്തായി തീരുമെന്ന് നീ ആശങ്കപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവോട് പറയുന്നു, ശാന്തമായി ഉറങ്ങിക്കോ.
സുഖമായി ഉറങ്ങിക്കോ. അവന്റെ സാന്നിധ്യം നിന്നോടുകൂടെയുണ്ട്. നീ പോകുന്നതിന് മുമ്പ് യെശയ്യാവ് 45:1 വാതിലുകൾ അവന്റെ മുമ്പിൽ അടയാതിരിക്കേണ്ടതിന്, കതകുകൾ അവന്റെ മുമ്പിൽ എന്നേക്കും തുറന്നിരിക്കേണ്ടതിന് ഞാൻ അവന്റെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി നിന്റെ കൂടെ ആരുമില്ലെന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ, ആശങ്കപ്പെടുന്നെങ്കിൽ, ഇന്ന് രാത്രി അർത്ഥപ്രബധനാദികറ്റി ഉടകമനഘടക ശബ്ദരാദികൾ ഘടകസീന യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ആർദ്ധമനഘടക. എല്ലാവരും പ്രാർത്ഥിച്ച്. ചില ടെക്നിക്കൽ പ്രോബ്ലങ്ങൾ ഉണ്ടാകും, സാരമില്ല, സാരമില്ല. യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് ചലിക്കുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. ഇതിനകത്ത് വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യമുണ്ട്. എവിടൊക്കെയോ അടയപ്പെട്ട വാതിലുകൾ ഇന്ന് രാത്രി ദൈവം തുറക്കുക. പത്രോസിന് മുമ്പാകെ പട്ടണത്തിന്റെ ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്നതുപോലെ നീ ചെല്ലുന്നതിന് മുമ്പ് തന്നെ, നീ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ നിനക്ക് വേണ്ടി ദൈവം അത് തുറന്നിട്ടിരിക്കുകയാണ്. യെസ്, എന്റെ ഭാഷയെ പറഞ്ഞാൽ ഒരു എമർജൻസി അനോയിന്റിങ്, ഒരു എമർജൻസി അനോയിന്റിങ്. ഒന്നുകൂടെ പറഞ്ഞാൽ, നിനക്ക് മുമ്പിൽ ഓടുന്ന ആഹാബിന്റെ രഥത്തിന് മുമ്പാകെ ഓടുവാൻ, യെസ്, ആഹാബിന്റെ രഥത്തിനകത്ത് കെട്ടിയിരിക്കുന്ന കുതിരയുടെ കാലിന്റെ വേഗതയെ ഓടിത്തോൽപ്പിക്കുവാൻ 2 കാലുള്ള ഏലിയാവിന്റെ മേൽ വെളിപ്പെട്ട ഒരു സൂപ്പർ നാച്ചുറൽ ആക്സിലറേഷൻ പോലെ ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, നിനക്ക് മുമ്പായി ചില തടസ്സങ്ങളെ മാറ്റുവാൻ, നിന്റെ മുമ്പിൽ ചില വെല്ലുവിളികളെ മാറ്റുവാൻ ഒരു എമർജൻസി അനോയിന്റിങ് നിന്റെ മേൽ റെഡിയാകുക. ആത്മാവിൽ സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ സ്വീകരിച്ചോ. 18-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞൊരു വാക്കുണ്ട്, നീ എന്റെ ദൈവത്തെ കത്തിക്കും, എന്റെ അന്ധകാരത്തെ നീ പ്രകാശമാക്കും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാതിരലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവാത്മ ഇടപെടുന്നു, ഓവർടേക്ക് ചെയ്യുവാൻ, ചിലതിനെ ഓവർകം ചെയ്യുവാൻ. നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ മുമ്പിൽ കുറുകെ നിൽക്കുന്ന, നിന്റെ വഴി തടയുന്ന ദുരാത്മ മണ്ഡലങ്ങളുടെ സ്വാധീനതകൾ ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ അറസ്റ്റ് ചെയ്ത് മാറ്റുന്ന വിധത്തിൽ നിനക്ക് വേണ്ടി കമാൻഡോസുകൾ പോലെ ദൂതന്മാർ ഇറങ്ങിയിരിക്കുക. യെസ്, കമോൺ 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 കമോൺ. സഭ ഒരുമിച്ച് ആത്മാവിലെ ദൂതനെ ഒന്ന് സ്വീകരിച്ചേ. ആ പട്ടണത്തിനകത്ത് ദൈവപ്രവൃത്തിയെ ചലിപ്പിക്കുവാൻ പാകത്തിന് അതിനെ തടയുന്ന ഇരുട്ടിന്റെ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ നിന്റെ ജോലിയെ, അതിന്റെ ഉയർച്ചകളെ, നിന്റെ യാത്രകളെ, അതിന്റെ നന്മകളെ തടയുവാൻ നിനക്ക് വിരോധമായി വന്നിരിക്കുന്ന നിന്റെ കുടുംബത്തിനകത്ത് നീ ആഗ്രഹിക്കുന്ന സ്വപ്നം, നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് നീ ആഗ്രഹിക്കുന്ന പദ്ധതികൾ, നിന്റെ ഹസ്ബൻഡിനോട്, നിന്റെ ഭാര്യയോട്, നിന്റെ മക്കളോട്, നിന്റെ സാഹചര്യത്തിനോട് ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതികളെ തടയുവാൻ വേറിട്ട് നിൽക്കുന്ന, വെല്ലുവിളിച്ചു നിൽക്കുന്ന പൈശാചിക തലങ്ങളെ ഇന്ന് രാത്രികാലം ആത്മമണ്ഡലത്തിൽ അറസ്റ്റ് ചെയ്ത് നീക്കുവാൻ, അതിനെ ഓവർകം ചെയ്യുന്ന, അതിനെ ഓവർടേക്ക് ചെയ്ത് കയറുന്ന ഒരു എമർജൻസി അനോയിന്റിങ്. ഉടരമനഘടകസ്യ കണ്ടിട്ടില്ലേ? ട്രാഫിക് ബ്ലോക്കായി കിടക്കുന്നിടങ്ങളൊക്കെ ഒരു ആംബുലൻസ് വരുന്ന സമയത്ത് നോക്കി, എമർജൻസി ആയിട്ട് കൊണ്ടുവരുന്ന വാഹനം എത്ര ട്രാഫിക് ഉണ്ടെങ്കിലും അതിനെ മുമ്പിൽ കിടക്കുന്ന വാഹനം മാറ്റിയേ മതിയാകും. ഇന്ന് രാത്രി ദൈവാത്മം ഇടപെടുകയാണ്. ആത്മമണ്ഡലത്തിൽ എമർജൻസിയായി ദൈവത്തിനെ പുറത്തു കൊണ്ടുവരിക. അതിന് മുമ്പിൽ ട്രാഫിക് ബ്ലോക്ക് പോലെ നിന്റെ നിയോഗങ്ങളെ തടയുവാൻ, നിന്റെ വഴിയെ അടയ്ക്കുവാൻ, നിന്റെ മേഖലകൾക്കകത്ത് വെല്ലുവിളിക്കുന്ന പൈശാചികത്വത്തിന്റെ വെല്ലുവിളികളെ ഇന്ന് രാത്രികാലം തടയുവാൻ നിൽക്കുന്ന ഈ ലോകത്തിന്റെ കാലഗതികളെ, ഈ ലോകത്തിന്റെ വെല്ലുവിളികളെ, അന്ധകാരത്തിന്റെ പോരാട്ടങ്ങളെ യേശുവിന്റെ നാമത്തിൽ അതിനെ പൊളിക്കുവാൻ ഇന്ന് രാത്രിയിൽ നിനക്ക് വേണ്ടി ദൂതന്മാർ, ഞാൻ കാണുന്നു ചിലരിയ്ക്കുന്ന ഇടങ്ങളിൽ ശക്തിയോടെ ഇറങ്ങുക. ദൂതഗണങ്ങൾ നിനക്ക് വേണ്ടി ഇറങ്ങുക. വലയുന്ന അനുഭവത്തിൽ, നീ വേദനിക്കുന്ന അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് നടക്കത്തില്ലെന്ന പിശാച് എഴുതി പിടിപ്പിച്ച അവന്റെ പ്രസ്താവനകൾ അവൻ ആത്മാവിൽ ക്യാൻസൽ ആക്കുന്ന വിധത്തിൽ ഇന്ന് രാത്രി ദൈവാത്മം ഇടപെടുന്നു. ഒരു എമർജൻസി അനോയിന്റിന്റെ മേൽ ചലിക്കുക.
ആ കുടുംബത്തിനകത്തുനിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരിക. അവിടെ വെച്ച് തന്നെ, ആ പട്ടണത്തിനകത്ത് വെച്ച് തന്നെ, ആ കുടുംബത്തിനകത്ത് നിന്നെ ഒന്ന് ആദരിക്കാൻ പോകുക. കമോൺ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒന്ന് ആത്മാവിൽ സ്വീകരിച്ചേ, ആത്മാവിൽ സ്വീകരിച്ചേ. വൈഡ അറകൾ കമന 18 വർഷമായി, 16 വർഷമായി, 5 വർഷമായി, 2 വർഷമായി വിരോധമായി നിൽക്കുന്ന വെല്ലുവിളി ഇന്ന് രാത്രി അത് വഴിമാറുക. ആ പൗരോഹിത്യ ശക്തികളെ ആത്മാവ് ഞാൻ വിട്ടുന്നു. ആ ജാതിക പോരാട്ടങ്ങളെ ആത്മാവ് ഞാൻ വിട്ടുന്നു. ഈ തലമുറകൾക്ക് വിരോധമായി ചലിക്കുന്ന കർത്താവ്, ഈ സഹോദരങ്ങൾക്ക് വിരോധമായി ചലിക്കുന്ന അവരുടെ ആഗ്രഹങ്ങളെ നിവർത്തീകരിക്കുവാൻ അനുവദിക്കാതെ അപ്രതീക്ഷിതമായി അവരുടെ മുമ്പിൽ കൊണ്ടുവരുന്ന പ്രതികൂലത്തിന് വേലിയേറ്റങ്ങൾ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഭിഷക്തൻ എന്നുള്ള പദവിയിൽ നിന്നുകൊണ്ട്, ക്രിസ്തുവിന്റെ പകരക്കാരനായി നിന്നുകൊണ്ട്, ഈ സഭയുടെ അന്തരീക്ഷത്തിനകത്ത് ആത്മമണ്ഡലത്തിൽ ജോയിൻ ചെയ്തിരിക്കുന്ന സകലരുടെ മേൽ നിന്നും ആ പൈശാചിക പ്രതികൂലങ്ങളെ ആത്മാവിനെ ബ്രേക്ക് ചെയ്യുക. ഈ ജനം പുറത്തു വരട്ടെ, ഈ അഭിഷക്ത കുടുംബം പുറത്തു വരട്ടെ. 2026 കർത്താവിദാസനെ ദൈവം നിങ്ങളെ സ്റ്റേബിൾ ആക്കുന്ന വർഷമാണ്. പട്ടണത്തിന്റെ അകത്ത് ദൈവം മഹത്വത്തോടെ ഒരു കൊയ്ത്തിന്റെ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ എഴുന്നേൽപ്പിക്കുകയും, ഇന്നലകളിൽ നിങ്ങൾ വിതച്ച വിത്ത്, ആത്മമണ്ഡലത്തിൽ വിതയ്ക്കപ്പെട്ട വിത്തുകൾ മുളച്ചു വരുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ ഒരുക്കിയെടുക്കുന്ന വർഷമാണെന്ന് ആത്മാവിടെ വിടുകയാണ്. ചിലതിനെ കൂടെ ദൈവം നിങ്ങളെ കയ്യിലിരിക്കുന്നു. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ പാകത്തിന് ഒരു ബിൽഡിങ്ങിനകത്ത് സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവാത്മാവ് പറയുന്നു. അവിടെ വിട്ട് മറ്റെങ്ങോട്ടും പോകാൻ ആമേൻ ഇടവരാതെ ദൈവാത്മാവ് പെർമനന്റ് ആക്കി നിർത്തുന്ന വിധത്തിൽ ഒരു ക്രമീകരണം കൊണ്ട് ദൈവം ചെയ്യാൻ പോകുകയാണെന്ന് ആത്മാവിനോട് ഇടപെടുകയാണ്. പരിശുദ്ധാത്മ പറയുന്നു, ആമേൻ, ഭാര്യയുടെ മേൽ, വൈഫിന്റെ മേൽ അസാധാരണമായൊരു ദൈവ സാന്നിധ്യമുണ്ട്. ഈ ദിവസങ്ങളിൽ ആത്മമണ്ഡലത്തിലും പ്രാർത്ഥന മുറിയിലും വെളിപ്പെട്ടിരിക്കുന്ന ദൈവശബ്ദത്തിന്റെ ആഴങ്ങൾ കുടുംബമായി, തലമുറയായി വെളിപ്പെടുത്തി ദൈവം ആദരിക്കുന്ന വിധത്തിൽ ചിലതിനൊക്കെ കെട്ടഴിക്കുവാൻ ദൈവം ആ പട്ടണത്തിൽ നിങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ്. എന്നുവരെ കാണാത്ത ദൈവ പദ്ധതിയുടെ ആഴങ്ങൾ വരും സമയങ്ങളിൽ വെളിപ്പെടുത്തുകയും 2026 അതിന് 4-5 മാസങ്ങൾക്കകത്തേക്ക് കടക്കുമ്പോൾ ആത്മാവിൽ ഒരു പുതിയ കാലഘട്ടം, ഒരു വലിയ ദൈവിക പദ്ധതിയുടെ ഒരു പുതിയ സമയപരിധിയിലേക്ക്, ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ കയറ്റി നിർത്തുന്ന ദിവസങ്ങൾ ഉണ്ടെന്ന് ദൈവാത്മാവിടെ വിടുകയാണ്. എങ്കിലും ഈ ദിവസങ്ങളിൽ ആത്മമണ്ഡലത്തിൽ പിന്നെയും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുന്നെങ്കിൽ ചിലത് ഞാൻ നിന്റെ മുമ്പിൽ ഒരുക്കി ആദരിച്ച് ദൈവാത്മാവിൽ ഒരു ശുഭത നൽകി ദൈവിക ശ്രേഷ്ഠതയോടെ നടത്തുവാൻ വിശ്വസ്തനായ ദൈവമാണെന്ന് പരിശുദ്ധാത്മ അഭിഷക്തനോട് ഇടപെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ അഭിഷക്തനെ, കുടുംബത്തെയും, ഈ ദൈവസഭയും, ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ മഹത്വം കൊണ്ട്, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് ഇന്ന് രാത്രി അങ്ങയുടെ മറച്ചതിന് നന്ദി. ഈ ജനം വിടുവിക്കപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.